വെൽക്കം ബാക്ക് ഗായ്സ്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലിറ്ററേച്ചർ ആൻഡ് ദി എൻവയൺമെന്റ് എന്ന പുതിയ പുസ്തകത്തിലെ ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷനിലെ യൂണിറ്റ് 1 എക്കോ ക്രിറ്റിസിസം ബൈ പ്രമോദ് കെ നായറിലാണ് നമ്മളുള്ളത്. സോ വിതൗട്ട് എനി ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് ഈ ഒരു എസ്സേയുടെ ഓതർ ആയിട്ടുള്ള പ്രമോദ് കെ നായരെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. പ്രമോദ് കെ നായർ, a leading scholar from the University of Hyderabad, is ranked among the top 200 globally in literary studies. ലോകത്തിൽ തന്നെ ലിറ്റററി സ്റ്റഡീസിന്റെ വിഷയത്തിൽ ലോകത്തിലെ ആദ്യ 200കളിൽ പെട്ട ആളാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലുള്ള പ്രമോദ് കെ നായർ. വേൾഡ് ലെവലിൽ തന്നെ 200ഓളം ആളുകൾക്കിടയിൽ പ്രമുഖനായ ആളായിട്ടാണ് പ്രമോദ് കെ നായർ എണ്ണപ്പെട്ടിട്ടുള്ളത് ലിറ്റററി സ്റ്റഡീസിന്റെ വിഷയത്തിൽ. Expertise specializes in post-colonial culture, literature, cultural theory and criticism with works like contemporary literary and cultural theory. മൂപ്പർ പുസ്തകത്തിന്റെ പേരാണ് കണ്ടംപററി ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന പുസ്തകം. മൂപ്പർ എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത് അറിവ് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ഉള്ളത് പോസ്റ്റ് കൊളോണിയൽ കൾച്ചർ, അതുപോലെ കൾച്ചറൽ തിയറി, എക്കോ ക്രിറ്റിസിസം പോലത്തെ വിഷയങ്ങളാണ്. ഇവിടെ ഈ ഇദ്ദേഹത്തിന്റെ ഈ കണ്ടംപററി ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠം. ഇത് എക്കോ ക്രിറ്റിസിസം എന്ന ഒരു പാഠമാണ്. ഈ പാഠത്തിൽ എന്താണ് ലിറ്ററേച്ചറും എൻവയൺമെന്റും, പ്രകൃതിയും അതുപോലെ സാഹിത്യവും, ലിറ്ററേച്ചറും അതുപോലെ പ്രകൃതി എൻവയൺമെന്റും നമ്മുടെ ചുറ്റുപാടിനെയും ചേർത്തിട്ടാണ്, പരിസ്ഥിതിയും ചേർത്തിട്ടാണ് പരിസ്ഥിതിയും ലിറ്ററേച്ചറും, പരിസ്ഥിതിയും സാഹിത്യവും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് എക്കോ ക്രിറ്റിസിസം. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ എക്സൈന്റെ ഫോക്കസ് എന്ന് പറയുന്നത്? എക്സാമിൻസ് ദ ഇന്റർകണക്ടഡ്നെസ് ഓഫ് നേച്ചർ, കൾച്ചർ ആൻഡ് റീഡിംഗ് ലിറ്റററി ടെക്സ്റ്റ്. അതായത് നമ്മുടെ സാഹിത്യ പുസ്തകങ്ങളിൽ, നമ്മുടെ നോവലുകളിൽ, നമ്മുടെ ടെക്സ്റ്റുകളിൽ ഇതിലെല്ലാം എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെയും കൾച്ചറിനെയും ഐഡന്റിറ്റിയെയും എല്ലാം കണക്ട് ചെയ്ത് പറയപ്പെട്ടിട്ടുള്ളത്. മൊത്തത്തിലൊരു പഠനം നടത്തുകയാണ്. അപ്പൊ നായർ അഡ്വൈസസ് അഗെയിൻസ്റ്റ് സെൽഫ് സെന്റേർഡ് ഡിസ്കോഴ്സ് എംഫസൈസിങ് ഹ്യൂമിലിറ്റി, ഡിസ്കസിങ് പേഴ്സണൽ അച്ചീവ്മെന്റ്. അപ്പൊ നായറിന്റെ ഒരു ചെറിയ അഡ്വൈസ് ഇതിന്റെ ഇടയിൽ കൂടെ വരികയാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് കാര്യം പറയുമ്പോഴും സ്വന്തം ഭയങ്കര സംഭവമാക്കുന്നതിന് പകരം കുറച്ചുകൂടിയും ഒരു ഹ്യൂമിലിറ്റി കീപ്പ് ചെയ്യണം, കുറച്ചൊരു താഴ്മ കീപ്പ് ചെയ്യണം എന്നാണ് മൂപ്പരുടെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ പ്രമോദ് കെ നായർ വളരെ ഫേമസ് ആയിട്ടുള്ള എക്കോ ക്രിറ്റിസിസത്തിനെ കുറിച്ച് വലിയ രീതിയിൽ എഴുതിയിട്ടുള്ള, നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ കണ്ടംപററി ലിറ്റററി ആൻഡ് കൾച്ചറൽ തിയറി എന്ന പുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ്. അതാണ് എക്കോ ക്രിറ്റിസിസം. എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയും അതുപോലെ സാഹിത്യവും മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്, പ്രമോദ് കെ നായർ ചെയ്തിട്ടുള്ളത്. പ്രകൃതി, കൾച്ചർ, ഐഡന്റിറ്റി ഇതൊക്കെ എങ്ങനെയാണ് ലിറ്റററി ടെക്സ്റ്റുകളിൽ ഉള്ളത് എന്ന് ചെക്ക് ചെയ്തതാണ്. അതൊക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് എക്കോ ക്രിറ്റിസിസം? ആ ഡെഫിനേഷൻ അതുപോലെ പഠിച്ചോളൂ. എക്കോ ക്രിറ്റിസിസം സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ദ എൻവയൺമെന്റ്, ഹൈലൈറ്റിംഗ് നേച്ചേഴ്സ് റെപ്രസെന്റേഷൻ. സാഹിത്യവും പരിസ്ഥിതിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, പ്രകൃതി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഭാഗമാണ് എക്കോ ക്രിറ്റിസിസം. അപ്പൊ സാഹിത്യത്തെ കുറിച്ച് സാഹിത്യത്തിൽ എന്ത് ചെയ്യാണ്, പ്രകൃതിയെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച് ഡീറ്റെയിൽ ആക്കി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന പരിപാടിയാണ് എക്കോ ക്രിറ്റിസിസം. Emerged in 1960s, spurred by racial cause and Silent Spring which ignited environmental movements. അപ്പം ആദ്യമായിട്ട് ഈ എക്കോ ക്രിറ്റിസിസം എന്ന പരിപാടി എവിടെ തുടങ്ങിയത്? പരിസ്ഥിതിയും അതുപോലെ സാഹിത്യവും മിക്സ് ചെയ്തിട്ടുള്ള ഈ പഠനം എവിടെ തുടങ്ങിയിട്ടുള്ളത്? അത് റേഷ്യൽ കാർസൺ അദ്ദേഹത്തിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്നൊരു പുസ്തകം എഴുതിയിരുന്നു, ഒരു ചെറിയ കവിത എഴുതിയിരുന്നു. ഇതിൽ നിന്നാണ്, ഈ എസ്സേയിൽ നിന്നാണ്, ഈ വർക്കിൽ നിന്നാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത്? 1960 ഈ ഒരു എൻവയൺമെന്റൽ മൂവ്മെന്റ്, ഈ ഒരു എക്കോ ക്രിറ്റിസിസം എന്നൊരു സാധനത്തിന്റെ ഒരു തുടക്കം യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ അന്ന് പ്രകൃതിക്ക് വേണ്ടി ആദ്യമായി ശബ്ദിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? റേഷ്യൽ കാർസൺ ആണ്. എന്നാൽ ഈ ഒരു എക്കോ ക്രിറ്റിസിസം എന്നൊരു പേര് ശരിക്കും ഉണ്ടായിരുന്നില്ല അന്ന്. റേഷ്യൽ കാർസൺ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പര് ഒരു പേര് കൊടുത്തിരുന്നില്ല. ആ പേര് കൊടുത്തിരുന്ന ആളാണ് വില്യം റൂക്കേർട്ട്. 1978 1978 അദ്ദേഹത്തിന്റെ ഒരു എസ്സേ ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ ആൻഡ് എക്കോളജി ആൻഡ് എക്സ്പെരിമെന്റ് ഇൻ എക്കോ ക്രിറ്റിസിസം. ഇങ്ങനെ ഒരു എസ്സേ എഴുതിയതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ വില്യം റൂക്കേർട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് എക്കോ ക്രിറ്റിസിസം എന്നൊരു വാക്ക് വന്നിട്ടുള്ളത്. ഡെവലപ്ഡ് ഇൻ 2 phases, 2 ഫേസുകളിലായിട്ടാണ് എക്കോ ക്രിറ്റിസിസം വളർന്നിട്ടുള്ളത്. 1980കളിൽ ഫോക്കസിങ് ഓൺ നേച്ചേഴ്സ് പ്രൊട്ടക്ഷൻ, പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിൽ 1980ലാണ് ആദ്യത്തെ വേവ് ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് 1990കളിലാണ് ബ്രോഡനിങ് സ്റ്റോപ്പ്. അത് കുറച്ചുകൂടി ഒന്ന് വിശാലവൽക്കരിച്ചു എന്നാണ്. അപ്പം ഇന്റർഡിസിപ്ലിനറി ഡ്രോസ് ഫ്രം എക്കോളജി, സോഷ്യോളജി, ഫെമിനിസം, ആന്ത്രോപോളജി, അനലൈസ് ഹ്യൂമൻ നേച്ചർ ഇന്ററാക്ഷൻ. അപ്പൊ ഈ നമ്മളെ എൻവയൺമെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്കോളജി, സോഷ്യോളജി, ഫെമിനിസം, ആന്ത്രോപോളജി ഇതിനോടൊക്കെ ചേർത്തിട്ടുള്ള പഠനങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എക്കോ ക്രിറ്റിസിസം? പ്രകൃതിയും അതുപോലെ തന്നെ സാഹിത്യവും മിക്സ് ചെയ്ത് പഠിക്കലാണ്. 1960കളിൽ ആദ്യമായിട്ട് റേഷ്യൽ കാർസൺ അദ്ദേഹത്തിന്റെ സൈലന്റ് സ്പ്രിംഗിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ പേരായി വന്നിട്ടുള്ളത് വില്യം റൂക്കേർട്ട് 1978 അദ്ദേഹത്തിന്റെ എസ്സേയിലൂടെയാണ്.
2 വേവായിട്ടാണ് എക്കോ ക്രിറ്റിസിസം നിലവിലുള്ളത്. ഒന്ന് 1980-ലാണ് കുറച്ചുകൂടി നേച്ചർ പ്രൊട്ടക്ഷൻ എന്നും, പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് 90-കളിൽ കുറച്ചുകൂടി ഒന്ന് നീട്ടിപ്പറ്റി പറഞ്ഞു. പിന്നെ എക്കോളജി, സോഷ്യോളജി, ഫെമിനിസം, ആന്ത്രോപോളജി ഇതിനൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്കോ ക്രിറ്റിസിസം നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ പാഠങ്ങളിൽ പഠിക്കും. ഓക്കെ, അപ്പം എക്കോ ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട പ്രധാന കൺസെപ്റ്റുകളാണ്. എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, കൾച്ചറൽ ടെക്സ്റ്റിൽ എന്താണ് നമ്മുടെ സാധാ ടെക്സ്റ്റുകളിൽ ഇതുവരെ എന്താണ് പ്രധാനമായിട്ട് എഴുത്തുകാർ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളിൽ, ഇപ്പോൾ റൂക്കട്ടിൻ്റെ ആവട്ടെ ആരാവട്ടെ ഇവരുടെ ടെക്സ്റ്റുകളിലൊക്കെ പ്രകൃതി മനുഷ്യൻ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന പരിപാടിയാണ് എക്കോ ക്രിറ്റിസിസം. പിന്നെ എക്കോ സൈഡ് എന്ന വാക്കുണ്ട്. എക്കോ സൈഡ് പറഞ്ഞാൽ ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, കൺസ്യൂമറിസം, ഇതുകൊണ്ടൊക്കെ പ്രകൃതി എത്രത്തോളം നശിച്ചു പോകുന്നു, പ്രകൃതി സ്വയമേ നശിച്ചു പോകുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുന്നു, എന്താണ് എക്കോളജിയെ സൂയിസൈഡ് ചെയ്യിപ്പിക്കുന്നു, അല്ലെ പ്രകൃതിയെ നമ്മൾ തന്നെ നശിപ്പിക്കുന്നു, നമ്മൾ തന്നെ അതുകൊണ്ട് നശിക്കുന്നു എന്നൊക്കെ ഒരു കൺസെപ്റ്റാണ് എക്കോസൈഡ്. അതായത് ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയലൈസേഷൻ, കൺസ്യൂമറിസം ഇത് കാരണമൊക്കെ പ്രകൃതി എങ്ങനെ നശിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് എക്കോസൈഡ് എന്ന പഠനം നടത്തുക. പിന്നെ ആക്ടിവിസം എൻകറേജസ് എൻവയറമെന്റൽ ആക്ടിവിസം ത്രൂ ലിറ്റററി അനാലിസിസ് സീൻ ഇൻ വർക്ക് ബൈ കാർസൺ, ലിയോപോൾഡ് ആൻഡ് മുയർ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ആക്ടിവിസം നടന്നിട്ടുണ്ട്. അപ്പോൾ ആക്ടിവിസ്റ്റുകളാണ്, അതായത് ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ടേ പുസ്തകങ്ങളും കവിതയൊക്കെ എഴുതുന്ന ആൾക്കാരാണ് ആക്ടിവിസ്റ്റുകൾ. എക്കോ ക്രിറ്റിസിസം ആക്ടിവിസ്റ്റ്, എക്കോ ക്രിറ്റിക്സ് എന്ന് വേണം വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കാർസൺ, ലിയോപോൾഡ്, മുയർ. ഇവരൊക്കെ എന്ത് ചെയ്തു, അവരെ പഠനം കൊണ്ട്, അവരുടെ എന്താണ് വർക്കുകൾ കൊണ്ട് എന്ത് ചെയ്യാണ്, പ്രകൃതി ആക്ടിവിസം, എൻവയറമെന്റൽ ആക്ടിവിസം, പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി പ്രചോദനം നൽകുന്നു. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ് കാർസനും ലിയോപോൾഡും മുയറും, അതാണ് പറയുന്നത്. പിന്നെ ലിറ്ററേച്ചർ ഷേപ്സ് സൊസൈറ്റൽ വ്യൂസ് ഓൺ നേച്ചർ ഇൻഫ്ലുവൻസിങ് സോഷ്യോ മെറ്റീരിയൽ കണ്ടീഷൻ. അപ്പോൾ ലിറ്ററേച്ചർ എന്തിനാണ്, അപ്പം ലിറ്ററേച്ചറിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കുറേ ആൾക്കാർ എഴുതുന്നുണ്ട്, എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞു കൊടുക്കാനുള്ള വെച്ചാൽ ശരിക്കും കാര്യമുണ്ട്. ലിറ്റററി ടെക്സ്റ്റുകൾ ആളുകൾ വായിക്കുമ്പം അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അത് അവരെ സ്വാധീനിക്കുന്നു. അത് അവരെ സ്വാധീനിക്കുകയും മനുഷ്യന്മാർ ഇത് വായിച്ച ആളുകൾ അവർ പ്രകൃതിയുമായി ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വ്യത്യാസം കാണപ്പെടുന്നു. അതായത് വായിക്കാത്ത ഒരാളാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ, പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അയാൾ തോന്നിവാസം ചെയ്യുന്നു. അതേസമയം ഒരു ലിറ്റററി ടെക്സ്റ്റ്, ഒരു വർക്ക് വായിക്കുകയാണ്, ഉദാഹരണത്തിന് റൂക്കട്ടിൻ്റെ വർക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും എക്കോ ക്രിറ്റിക്സ് എഴുതിയിട്ടുള്ള വർക്ക് വായിക്കുകയാണ്. ആ വർക്ക് വായിച്ചു കഴിഞ്ഞാൽ അവർ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയും അപ്പോൾ അവർ പിന്നെ പ്രകൃതിയിൽ ഇടപെടുന്ന രീതി മാറുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലിറ്ററേച്ചർ അതായത് സാഹിത്യത്തിന് ഈ ഒരു വിഷയത്തിൽ പ്രകൃതി സംരക്ഷണത്തിൽ വലിയ റോളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഗ്രീൻ ലെൻസ്, എക്കോ ക്രിറ്റിക്സ് അനലൈസ് ടെക്സ്റ്റ് ടു എൻവയറമെന്റൽ പെർസ്പെക്റ്റീവ് ടു അഡ്വക്കേറ്റ് ഫോർ എക്കോളജിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പം എന്താണ് എക്കോ ക്രിറ്റിക്കുകൾ ചെയ്യുന്നത്, അവർ ഒരു ഗ്രീൻ ലെൻസ്, ഒരു പച്ച ലെൻസ്, അതായത് ഗ്രീൻ ലെൻസിലൂടെ ഒരു പ്രകൃതിയുടെ പെർസ്പെക്റ്റീവിലൂടെ നോക്കും, പരിസ്ഥിതി പെർസ്പെക്റ്റീവിലൂടെ നോക്കും. എന്നിട്ട് ഒരുപാട് ടെക്സ്റ്റുകൾ എടുക്കും, അതായത് എഴുത്തുകാരുടെ ഒരുപാട് നോവലും കവിതയൊക്കെ എടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് എൻവയറമെന്റിനെ ചേർത്തി സംസാരിക്കുന്നുണ്ടോ, ഇതിനകത്ത് നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ടോ, അങ്ങനെ ഒരു പഠനം നടത്തും. അങ്ങനെ ഓരോ ശാഖകളും എടുത്തിട്ട് അതിലൊക്കെ പ്രകൃതിയും മനുഷ്യനായുള്ള ബന്ധം പണിക്കുന്ന പരിപാടി ആര് ചെയ്യുന്നുണ്ട്, നമ്മളെ എക്കോ ക്രിറ്റിക്സ് ചെയ്യുന്നുണ്ട്. അവരൊരു ഗ്രീൻ ലെൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എക്കോ ക്രിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ഇന്റർ കണക്റ്റഡ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. എക്കോസൈഡിനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എക്കോസൈഡ് പറഞ്ഞാൽ ക്യാപിറ്റലിസവും കൺസ്യൂമറിസവും ഒക്കെ കാരണം പ്രകൃതി നശിപ്പിക്കപ്പെടുന്നു, പ്രകൃതിയെ സൂയിസൈഡ് ചെയ്യിപ്പിക്കപ്പെടുന്നു എന്ന കൺസെപ്റ്റാണ്. പിന്നെ ആക്ടിവിസം, അതായത് ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇതിനു വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് കാർസൺ, ലിയോപോൾഡ്, മുയർ. പിന്നെ ഒരുപാട് കൾച്ചറൽ ടെക്സ്റ്റുകൾ ഉണ്ട്. ആ ടെക്സ്റ്റുകൾ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്ന ടെക്സ്റ്റുകൾ ആളുകൾ വായിക്കുമ്പോൾ അവർ പ്രകൃതിയായിട്ടുള്ള അവരുടെ സമ്പർക്കത്തിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നു. അവർ കുറേ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ ഗ്രീൻ ലെൻസ് പ്രധാനമായിട്ടുള്ള സംഭവമാണ്. ഗ്രീൻ ലെൻസ് എന്നുള്ളത് നമ്മളെ ഈ എക്കോ ക്രിറ്റിക്സ് അവരെന്ത് ചെയ്യും, അവർ ആ പച്ച ലെൻസിലൂടെ മുഴുവൻ വർക്കുകളും, ലോകത്തുള്ള മുഴുവൻ വർക്കുകളും നോക്കിയിട്ട് പരമാവധി ശ്രമിച്ചിട്ട് ഇതിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരിസ്ഥിതിയും തമ്മിലുള്ള കണക്ഷൻ എത്രത്തോളമാണ് എന്ന് പഠിക്കുന്ന പരിപാടിയാണ് അവർക്കുള്ളത് എന്നാണ് ഇതിൽ ആകത്തുക പറഞ്ഞിട്ടുള്ളത്. ഇനി കുറച്ച് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് നേച്ചറിനെ കുറിച്ചുള്ള കുറച്ച് ചരിത്രപരമായ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അപ്പോൾ വെസ്റ്റേൺ തോട്ട്, അപ്പോൾ യൂറോപ്പിലൊക്കെ എന്താണ് പ്രകൃതിയെ കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്, ഹോബ്സ് വ്യൂഡ് നേച്ചർ ആസ് പ്രിമിറ്റീവ്. അപ്പോൾ ഹോബ്സ് എന്ന പേരുള്ള വ്യക്തി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പ്രകൃതിയെ പ്രാകൃതം, പ്രിമിറ്റീവ്, പഴയ സാധനം എന്ന ഒരു വാക്കായിട്ട് പറയുന്നുണ്ട്. അതായത് നേച്ചർ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല എന്നൊരു കാഴ്ചപ്പാടുകാരനാണ് ഹോബ്സ് എന്ന പേരുള്ള ആൾ. അയാളൊരു വെസ്റ്റേൺ യൂറോപ്യനാണ്. അതുപോലെ തന്നെയാണ് ജോൺ ലോക്ക്. അദ്ദേഹം പറഞ്ഞ എന്താ, സോ ഇറ്റ് ആസ് പ്രോപ്പർട്ടി,
ഈ നേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർട്ടിയാണ്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഓരോരുത്തർക്കുള്ള അവകാശങ്ങളാണ്. അവരതെന്ത് ചെയ്യും, അവരിഷ്ടം പോലെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് എന്ന കൺസെപ്റ്റുകാരനാണ് ആര്, ലോക്ക്. എന്നാലോ വേറെ പല ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, റൊമാൻറ്റിസത്തിന്റെ ആളുകൾ, പ്രകൃതിയെ പരിഗണിക്കുന്ന ആളുകൾ, അവർ കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് അപ്രോച്ച്, അങ്ങോട്ട് ഭയങ്കര സംഭവമാക്കും വേണ്ട, ഒന്നിനും പറ്റാത്തതും ആക്കേണ്ട, ഒരു ബാലൻസ് ചെയ്യുന്ന അപ്രോച്ച് കീപ്പ് ചെയ്താൽ മതി എന്നാണ് റൊമാൻറ്റിസം. അപ്പോൾ വെസ്റ്റേൺ തോട്ടിൽ നമ്മൾ ഹോബ്സിനെ പറഞ്ഞു, ഉപരി പറഞ്ഞാൽ ഫുള്ള് പ്രാകൃതമാണ്. ലോക്ക് പറഞ്ഞാൽ അതൊന്നുമല്ല, അത് ഇന്ന് ആധുനികമാണ്, എല്ലാവർക്കും തോന്നിയ പോലെ ഉപയോഗിക്കാവുന്നതാണ്. റൊമാൻറ്റിസം പറഞ്ഞു അങ്ങനെ പ്രാകൃതമാക്കണ്ട, നമ്മളതും ആക്കണ്ട, അതെന്താ ഒരു ഇടത്തരം നിലപാട് എടുത്താൽ മതി എന്ന നിലക്കാണ് റൊമാൻറ്റിസ്റ്റ് ആളുകൾ പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിമർശനം കൊളോണിയലിസത്തിനെതിരാണ്. ഇൻ ദ 18th and 19th centuries treated nature and natives as exploitable resources. എന്താ കൊളോണിയലിസം ചെയ്തിരുന്നത്, എന്താ യൂറോപ്പ് മറ്റേ ഈ പറഞ്ഞ ബ്രിട്ടീഷൊക്കെ ചെയ്തിരുന്നത്, അവര് മനുഷ്യന്മാരെയും പ്രകൃതിയെയും ഓർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്നു അല്ലെ. ആഫ്രിക്കക്കാരെ അവർക്ക് തോന്നിയ മാതിരി ഉപയോഗിച്ചു, പ്രകൃതിയിൽ മൊത്തം വെട്ടി. ഇപ്പം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഇൻഡിഗോ എല്ലാ ചെടിയും മുറിച്ച് ഒഴിവാക്കി ഇൻഡിഗോ മാത്രം ഉണ്ടാക്കാൻ നിർബന്ധിപ്പിച്ചു. പ്രകൃതിയെയും മനുഷ്യനെയും തോന്നിയ പോലെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ആര്, ഈ കൊളോണിയലിസ്റ്റുകൾ. അപ്പൊ അതിനെതിരെ നല്ല രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഡാർവിൻ അതിൻ്റെ അത് ഇടപെട്ടിട്ടുണ്ട്. ഹിസ് തിയറി ഓഫ് എവല്യൂഷൻ ഹൈലൈറ്റ്സ് ഹ്യൂമൻ നേച്ചർ ഇന്റർകണക്ടഡ്നെസ്, വ്യൂയിങ് ഹ്യൂമൻസ് ആസ് പാർട്ട് ഓഫ് നേച്ചർ. അപ്പോൾ കൊളോണിയലിസത്തെ നമ്മൾ എതിർത്തു കഴിഞ്ഞു, വെസ്റ്റേൺ തോട്ടിൽ കുറച്ച് പറഞ്ഞു. ഈ ഡാർവിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നത്, ഡാർവിൻ പറഞ്ഞല്ലോ തിയറി ഓഫ് എവല്യൂഷൻ. ആ തിയറി ഓഫ് എവല്യൂഷൻ പ്രകാരം എന്താ, മനുഷ്യൻ പ്രകൃതിദത്തമായ വ്യത്യാസം ഉണ്ടായ ആളാണ്, അങ്ങനെ തന്നെയാണ് പറയാ. അതായത് പ്രകൃതിയിൽ മിക്സ് ആയിട്ടാണല്ലോ മനുഷ്യൻ എന്ന സാധനം ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പണ്ട് കുരങ്ങനേനി, പിന്നെ പ്രകൃതിയിലൂടെ ഉണ്ടായ എന്തൊക്കെ മാറ്റങ്ങൾ കാരണം മനുഷ്യനായതാണ്. അപ്പൊ അതിലെന്തുണ്ട്, ഒരു മനുഷ്യ പ്രകൃതി കണക്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ യൂട്ടിലിറ്റേറിയനിസം, ജെ.എസ്. മിൽ ആൻഡ് ബെന്താം opposed unchecked growth and cruelty to animals, laying groundwork for green thought. അപ്പം ഇതുവരെ പറഞ്ഞ ആളുകളൊന്നും എന്തെങ്കിലും പ്രകൃതി സംരക്ഷിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല. എന്നാൽ യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റുകാരായ ജെ.എസ്. മിൽ, ജോൺ സ്റ്റുവാർട്ട് മിൽ, അതേപോലെ ബെന്താം, ഇവരൊക്കെയാണ് എന്ത് പറയാൻ തുടങ്ങിയത്, അൺചെക്ഡ് ഗ്രോത്ത്. അതായത് പ്രകൃതി മനുഷ്യന്മാർ വല്ലാണ്ട് അങ്ങോട്ട് ഗ്രോ ചെയ്യേണ്ടതൊന്നുമില്ല, മനുഷ്യന്മാരെ നോക്കി ചെക്ക് ചെയ്ത് ഗ്രോ ചെയ്താൽ മതി, അങ്ങോട്ട് ഗ്രോ ചെയ്യണമെന്നില്ല. മാത്രമല്ല മൃഗങ്ങളൊക്കെ മൃഗങ്ങൾക്ക് എതിരെയുള്ള ക്രൂവൽറ്റിയൊക്കെ അവസാനിപ്പിക്കണം. അതായത് പ്രകൃതിയുടെ വളർച്ച, മനുഷ്യന്മാരുടെ വളർച്ച മാത്രമല്ല പ്രകൃതിയുടെ നശിക്കൽ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. മനുഷ്യന്മാർ വളരണം ശരിയാണ്, പക്ഷെ ഓവറായിട്ട് അൺചെക്ക് ചെയ്തുകൊണ്ട് വളരേണ്ട ആവശ്യമില്ല. ആനിമൽസിനെ വല്ലാണ്ട് വേദനിപ്പിക്കരുത്, അവരെ ക്രൂവൽറ്റി കാണിക്കരുത്. ഇങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ആരാണ്, ജെ.എസ്. മില്ലും ബെന്താമുമാണ്. ഇവർ യൂട്ടിലിറ്റേറിയൻ ആളുകളാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗ്രീൻ തോട്ട്, എല്ലാം പ്രകൃതിദത്തമാവണം എന്നൊരു കൺസെപ്റ്റിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്. പിന്നെ മാർക്സിസം എന്നുള്ള കൺസെപ്റ്റ് വലിയ രീതിയിൽ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡീറ്റെയിൽ ആക്കുന്നുണ്ട്. ഫോക്കസ് ഓൺ ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ, അഡ്വക്കേറ്റിംഗ് ഫോർ പ്രൊഡക്ഷൻ ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് നോട്ട് പ്രോഫിറ്റ്. മാർക്സിസം എന്ന് പറഞ്ഞ സംഭവം എന്തായിരുന്നു, അതായത് ക്യാപിറ്റലിസത്തിനെതിരെ വന്ന സാധനമാണ്, മുതലാളിത്തത്തിനെതിരെ വന്ന സംഭവമാണ്. അപ്പോൾ അവിടെ തൊഴിലാളിത്തം, അതായത് നമ്മൾ മുമ്പ് മാർക്സിസം ചെയ്താൽ എന്താ പറയുക, കാൾ മാർക്സ് ആണ് ഈ മാർക്സിസത്തിന്റെ നേതാവ്. മുപ്പര് പറയുന്നത് ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ലാഭത്തിന് വേണ്ടി മാത്രം ചെയ്യണതാണ്, ആ പരിപാടി ഒഴിവാക്കണം. മനുഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രകൃതി ഉപയോഗിക്കേണ്ടത്, അത് ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെ ആകുമ്പോൾ എന്താവും, അത് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടും. മനുഷ്യ ആവശ്യങ്ങൾക്കാകുമ്പോൾ ഒരു കുറച്ചല്ലേ ഉപയോഗിക്കപ്പെടുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ് മാർക്സിസ്റ്റ് തിയോളജി. അപ്പം വെസ്റ്റേൺ തോട്ടിൽ എന്താണ്, ഹോബ്സ് പറയുന്നത് നേച്ചർ ഈസ് പ്രിമിറ്റീവ് ആണ്, ലോക്ക് പറഞ്ഞത് അത് പ്രോപ്പർട്ടിയാണ്, ഇഷ്ടംപോലെ ഉപയോഗിക്കാം. റൊമാൻറ്റിസ്റ്റുകൾ ആ ഒരു ബാലൻസ്ഡ് തോട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൊളോണിയലിസത്തിനെതിരെ നല്ല രീതിയിൽ വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം 18-19 നൂറ്റാണ്ടുകളിൽ അവർക്ക് തോന്നിയ പോലെ പ്രകൃതിയെയും മനുഷ്യനെയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ വെച്ച് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ നേച്ചർ കണക്ഷൻ നല്ല രീതിയിൽ അവിടെ കാണുന്നുണ്ട്. യൂട്ടിലിറ്റേറിയൻസ് ആയിട്ടുള്ള ജെ.എസ്. മില്ല്, അതുപോലെ ബെന്താം, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്മാർ വളരണം, പക്ഷെ ആണ്ട് വളർന്നുകൂടണ്ട, അതൊക്കെ ചെക്ക് ചെയ്ത് വളർത്തിയാൽ മതി. മാത്രമല്ല മൃഗങ്ങൾക്കെതിരെയുള്ള ക്രൂവൽറ്റി, അവർക്കെതിരെയുള്ള ആക്രമണമൊക്കെ ഒഴിവാക്കണം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയും, അങ്ങനെയാണ് ആ ഗ്രീൻ തോട്ട്, അതായത് പ്രകൃതിദത്തമാവണ കാര്യങ്ങൾ എന്നൊരു മൈൻഡ് സെറ്റ് തന്നെ വരുന്നത്. പിന്നെ മാർക്സിസ്റ്റ് തിയറിയാണ് നമ്മൾ അടുത്തിൽ ഡീറ്റെയിൽ ആക്കി പറയും. എൻവയറമെന്റലിസം, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഡീറ്റെയിൽ ആക്കുകയാണ്. എന്താണ് മാർക്സിസ്റ്റ് എൻവയറമെന്റലിസം? ഫോക്കസ് ഓൺ ഹൗ ക്യാപിറ്റലിസം എക്സ്പ്ലോയിറ്റ്സ് നേച്ചർ ഫോർ പ്രോഫിറ്റ്, ക്രിയേറ്റിംഗ് എക്കോളജിക്കൽ ഡിസാസ്റ്റർ. എങ്ങനെയാണ് ക്യാപിറ്റലിസം പ്രകൃതിയെ നശിപ്പിക്കുന്നത്? ലാഭത്തിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റലിസം, മുതലാളിത്തം വർക്ക് ചെയ്യുന്നതിൽ അവർക്ക് ലാഭം കിട്ടിയാൽ മതി, അതാണ് ക്യാപിറ്റലിസം. അപ്പൊ ലാഭത്തിന് വേണ്ടി അവർ പ്രകൃതിയെ തോന്നിയ പോലെ ഉപയോഗിക്കുന്നു, അതുകൊണ്ടാണ് പ്രകൃതി നശിച്ചു പോകുന്നത് എന്ന കൺസെപ്റ്റിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ് മാർക്സിസ്റ്റ് എൻവയറമെന്റലിസം എന്ന് പറയുന്നത്. ഹ്യൂമൻസ് ആൻഡ് നേച്ചർ മ്യൂച്വലി ഷേപ്പ് ഈച്ച് അതർ പെർ ഡേവിഡ് പെപ്പർ. അപ്പൊ ഈ മാർക്സിസത്തിന്റെ മെയിൻ ആളാണ് ഡേവിഡ് പെപ്പർ. മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ പ്രകൃതി മനുഷ്യനെയും മനുഷ്യൻ പ്രകൃതിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്.
മനുഷ്യൻ പ്രകൃതിയെ ഉഷാറാക്കുന്നു, നേച്ചർ അങ്ങോട്ട് ഉഷാറാക്കുന്നു. അപ്പോൾ രണ്ടാളും ചിലപ്പോൾ മനുഷ്യർ പ്രകൃതിയെ നശിപ്പിക്കുന്നു, നേച്ചറും പ്രകൃതിയെ മനുഷ്യനെ നശിപ്പിക്കുന്നു, തിരിച്ചുണ്ടാവുമല്ലോ. അപ്പം പ്രകൃതിയും മനുഷ്യനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്നാണ് ഡേവിഡ് പെപ്പർ, മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട കുളാൻട്രി ആയിട്ടുള്ള ഡേവിഡ് പെപ്പർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്കോ സോഷ്യലിസം ലിങ്ക്സ് ക്ലാസ് ഇൻഇക്വാലിറ്റീസ് ടു എൻവയോൺമെന്റൽ ഹാം എക്സാംപിൾ എഫക്ട്സ് ദ പൂർ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി. അതായത് മറ്റൊന്ന് എക്കോ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരാളുടെ ക്ലാസ്, ഒരാളുടെ ലെവൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ ഇപ്പൊ ഞാൻ പറയാം, പരിസ്ഥിതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരാണ്? സമൂഹത്തിൽ ഏറ്റവും ക്ലാസ് കുറഞ്ഞ ആളാണ്. അതായത് ഇപ്പൊ എയർ പൊല്യൂഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക, ആരെ അത് ബാധിക്കുക? ഈ എയർ ഒന്നും പുറത്താക്കാൻ കഴിയാതെ ചെറിയ ചെറിയ കുടികളിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് AC റൂം പൂട്ടി വെക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പൊ അവരാണ് ഇത് അനുഭവിക്കുന്നത്. അപ്പൊ എക്കോ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള ലെവൽ, അവരുടെ കഴിവാണ് യഥാർത്ഥത്തിൽ എൻവയോൺമെന്റൽ പൊല്യൂഷനൊക്കെ എത്രത്തോളം അവരെ ബാധിക്കുന്നു പറയുന്നത്. അപ്പൊ ലെവൽ കുറഞ്ഞ പാവപ്പെട്ട ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ എൻവയോൺമെന്റൽ ഹാം, ഈ പരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കുന്നു എന്നൊരു കോൺസെപ്റ്റാണ് എക്കോ സോഷ്യലിസം. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ്സ് പ്രൊഡക്ഷൻ ടു പുവർ നേഷൻസ് എക്സ്പ്ലോയിറ്റിംഗ് ഓഫ് ലേബർ ആൻഡ് നേച്ചുറൽ റിസോഴ്സസ്. അതായത് ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ ആർക്ക് എവിടെ പോയിട്ട് ബിസിനസ് നടത്താം എന്നാണല്ലോ. സംഭവം ഒരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത ഐഡിയോളജിയാണ്. അപ്പൊ അതിനോട് എന്താ സംഭവിച്ചത്? പൈസക്കാരെ ആളുകൾ ഓല നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ ചിലവ് കൂടുന്ന കണ്ടാൽ എന്ത് ചെയ്യും? പാവപ്പെട്ട രാജ്യങ്ങളിലേക്ക് നീങ്ങും. എന്നിട്ട് ഓല റിസോഴ്സസ്, പാവപ്പെട്ട രാജ്യങ്ങളുടെ റിസോഴ്സ് ഉപയോഗിക്കുന്നു, അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നു, തോന്നിമാരി ഉപയോഗിക്കുന്നു, ഓവർ എക്സ്പ്ലോയിറ്റിംഗ്, ചൂഷണം ചെയ്യുന്നു. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്താണ്? മാർക്സിസം ഗ്ലോബലൈസേഷനെ എതിർക്കുന്ന കാര്യമാണ്. ഗ്ലോബലൈസേഷൻ വേണ്ട. ഗ്ലോബലൈസേഷൻ വന്നാൽ എന്താ പ്രശ്നം? ഗ്ലോബലൈസേഷൻ വന്നിട്ട് മുതലാളിമാരെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ഓൾക്ക് തോന്നിയമാതിരി അവിടുത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് തീർക്കുകയാണ്. ഇത് ശരിയല്ല, ഇത് പ്രകൃതിക്ക് നല്ലതല്ല എന്നാണ് മാർക്സിസ്റ്റ് എൻവയോൺമെന്റിസ്റ്റ് പറയുന്നത്. പിന്നെ കോൾസ് ഫോർ പ്രൊട്ടക്ഷൻ ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് നോട്ട് അക്യുമുലേറ്റ് വേർഡ്സ് ടു പ്രൊട്ടക്ട് നേച്ചർ. അപ്പോൾ മാർക്സിസം പറയുന്നത് എന്താണ്? മനുഷ്യ ആവശ്യങ്ങൾ, ഹ്യൂമൻ നീഡ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മതി എന്ത്? പ്രകൃതിയെ ഉപയോഗപ്പെടുത്തൽ. അല്ലാണ്ട് പൈസ കൂട്ടാൻ എന്നുള്ള അർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല. പ്രകൃതിയെ സംരക്ഷിക്കണം. അത് ചുരുക്കി പറഞ്ഞാൽ ക്യാപിറ്റലിസം എങ്ങനെയാണ് പ്രകൃതിയെ ലാഭത്തിന് വേണ്ടി നശിപ്പിക്കുന്നത്? അത് ശരിയല്ല. അത് പ്രകൃതിയെ നശിപ്പിക്കുന്നു, അത് മൊത്തം എന്താണ് ഈ ലോകം തന്നെ നശിക്കാൻ കാരണമാകുന്നു എന്നാണ് മാർക്സിസ്റ്റ് എൻവയോൺമെന്റലിസം പറയുന്നത്. പ്രകൃതി മനുഷ്യനും കണക്റ്റഡ് ആണെന്നാണ് ഡേവിഡ് പെപ്പർ എന്ന പ്രധാനപ്പെട്ട ആൾ പറയുന്നത്. പിന്നെ എക്കോ സോഷ്യലിസം എന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രകൃതിയിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലോ ക്ലാസ് ആളുകളെയാണ്. പിന്നെ ഗ്ലോബലൈസേഷൻ എന്നുള്ളത് വലിയ പ്രശ്നമാണ്. കാരണം പൈസക്കാരെ ആളുകൾ എന്ത് ചെയ്യും? തോന്നിയ സ്ഥലത്ത് ഓല നാട്ടിൽ പൈസ കൂടി കാണുമ്പോൾ, ചിലവ് കൂടുതലാണ് കാണുമ്പോൾ, ചുരുങ്ങിയ ചിലവുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ച് അവിടുത്തെ നാട്ടുകാരെ ചൂഷണം ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ മാർക്സിസ്റ്റ് എൻവയോൺമെന്റിസം പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസത്തിന്റെ ലാഭം എന്ന പരിപാടി ഒഴിവാക്കിയിട്ട് മനുഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതി ഉപയോഗിക്കുക എന്ന കൺസെപ്റ്റാണ് വേണ്ടത് എന്നാണ് മാർക്സിസ്റ്റ് എൻവയോൺമെന്റിസം പറയുന്നത്. ഇനി അപ്പോക്കലിപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡിക്ട്സ് എൻവയോൺമെന്റൽ കാറ്റസ്ട്രോഫ്സ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ഷൻസ് അർജിങ് റാഡിക്കൽ ചേഞ്ച്. മനുഷ്യന്മാർ പ്രകൃതിയെ നശിപ്പിക്കുന്നു, ഇങ്ങനെ പോയാൽ ലോകം മൊത്തം ഇപ്പം നശിക്കും, അന്ത്യനാളാകും എന്നൊരു കൺസെപ്റ്റാണ് അപ്പോക്കലിപ്റ്റിസിസം. അപ്പോക്കലിപ്സ് പറഞ്ഞാൽ അന്ത്യനാൾ എന്നുള്ള അർത്ഥമാണ്. അവസാന നാളെല്ലാം നശിച്ചു പോകുന്ന നാളിനെ അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ പ്രകൃതിയെ നശിപ്പിച്ച് എല്ലാം കൂടി ഇപ്പം നശിച്ചു പോകുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പോക്കലിപ്റ്റിസിസം. പോൾ എച്ച്റിച്ച് എന്നാണ് എർലിച്ച് എന്നാണ് വായിക്കുന്നത്. പോൾ എർലിച്ച് ദ പോപ്പുലേഷൻ ബോംബ് എന്നൊരു പുസ്തകത്തെ എഴുതിയിട്ടുണ്ട്. വാണ്ട് ഓഫ് ഗ്ലോബൽ ഫെമിൻ, റേഷ്യൽ കാർസ് ഇൻ സൈലന്റ് സ്പ്രിംഗ് ഹൈലൈറ്റഡ് പെസ്റ്റിസൈഡ് ഡേഞ്ചർ. അപ്പോൾ ഉദാഹരണങ്ങളാണ് എങ്ങനെ ഈ ഒരു ലോകം അവസാനിക്കുന്നു മനുഷ്യന്മാരുടെ പ്രവർത്തികൾ കാരണം എന്നതിന് തെളിവായിട്ട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എന്നത് തീമാക്കിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പുസ്തകമാണ് ദ പോപ്പുലേഷൻ ബോംബ്, പോൾ എഹ്ർലിച്ചിന്റെ. അതിലെന്താണ്? ഗ്ലോബൽ ഫെമീൻ, എല്ലാ ലോകത്തുള്ള ആർക്കും ഭക്ഷണം ഇല്ലാതെ ലോകം നശിച്ചു പോകുന്ന ഒരു കഥയാണ് അതിൽ പറയുന്നത്. റേഷ്യൽ കാർസിനെ നേരത്തെ പറഞ്ഞ സൈലന്റ് സ്പ്രിംഗ് ആണെങ്കിൽ അതിലെന്താണ്? പെസ്റ്റിസൈഡ് ഡേഞ്ചർ. നമ്മൾ കുറച്ച് ഞാൻ പഠിക്കാനുണ്ട്. പെസ്റ്റിസൈഡ് ഡേഞ്ചർ അതായത് കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്നു, അവർ നല്ല ഉഷാറായി കൃഷിയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ ആരോ പോയിട്ട് എന്ത് ചെയ്യും? പെസ്റ്റിസൈഡ്സ്, അതായത് ഈ കീടനാശിനിക്ക് ഉപയോഗിച്ചിട്ട് ആകെ കൂടെ എല്ലാം കുളമാവുന്നു, ലോകം മൊത്തം നശിക്കുന്നു. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് റേഷ്യൽ കാർസ്. അപ്പം സാഹിത്യത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കഥകൾ പറയാറുണ്ട്. അതിൽപ്പെട്ട ഒരു ടൈപ്പ് കഥയാണ് എന്ത്? മനുഷ്യന്മാരുടെ പ്രവൃത്തി കാരണം ഈ പ്രകൃതി നശിക്കുന്നു, പ്രകൃതി നശിച്ച് ലോകം അവസാനിക്കുന്നു എന്നൊരു കൺസെപ്റ്റ്. അതിന് രണ്ട് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. പിന്നെ വർക്ക്സ് ലൈക്ക് അറ്റ്വുഡ്സ്, ഓറിക്സ് ആൻഡ് ക്രേക്ക് ഡെപിക്ട് എക്കോ ഡിസാസ്റ്റേഴ്സ് സ്പാർക്കിംഗ് ഡിബേറ്റ്സ്. അതുപോലെ തന്നെ കൾച്ചർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് അറ്റ്വുഡിന്റെ ഓറിക്സ് ഉള്ളൊരു പുസ്തകം. അതുപോലെ ക്രേക്ക്, ഓറിക്സ് ആൻഡ് ക്രേക്ക്. അപ്പോൾ അറ്റ്വുഡിന്റെ ഓറിക്സ് ആൻഡ് ക്രേക്ക് എന്നൊരു പുസ്തകമുണ്ട്. അതിൻ്റെ അകത്ത് എക്കോ ഡിസാസ്റ്ററിനെ കുറിച്ച് സെയിം കൺസെപ്റ്റ് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പം 3 പുസ്തകങ്ങളോടെ നമ്മൾ മെൻഷൻ ചെയ്തു. 3 പുസ്തകങ്ങളിലും കൺസെപ്റ്റ് എന്താണ്? പ്രകൃതിയെ മനുഷ്യൻ നശിപ്പിക്കുന്നു, തുടർന്ന് അവസാന നാളാവുന്നു, എല്ലാം നശിച്ചു പോകുന്നു, ഭൂമി മൊത്തം നശിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ്
പോളിന്റെ മറ്റേത് പോപ്പുലേഷൻ ബോംബ്, റേഷ്യൽ കാൾസ് ആൻഡ് സൈലന്റ് സ്പ്രിങ്, മൂന്നാമത് ആറ്റ്വുഡിന്റെ ഓറക്സിൻ ക്രീക്ക്. ഇതിലൊക്കെ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഡിസ്റ്റിങ്വിഷസ് ഗുഡ്, അതിപ്പോ ഇതിലൊക്കെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? ഗുഡും ബാഡ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നന്മയും തിന്മയും. എന്താ നന്മ എന്ന് പറയുന്നത്? സസ്റ്റൈനബിൾ ആക്ഷൻ. അതായത് സസ്റ്റൈനബിൾ ആക്ഷൻ എന്ന് പറയുന്ന സമയത്ത് സുസ്ഥിര വികസനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കേണ്ട എന്നല്ല അവർ പറയുന്നത്. പ്രകൃതിയെ ഉപയോഗിക്കണം, പക്ഷെ അത് ഭാവി തലമുറക്കും കൂടി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് തോന്നിയ മാതിരി ഉപയോഗിച്ച് ഭാവിയെ നോക്കാണ്ടിരുന്നാൽ ഭാവി ഉണ്ടാവില്ല, അപ്പോഴേക്കും ലോകമെല്ലാം അവസാനിച്ച് പോകും എന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ ഗുഡ് എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ, സുസ്ഥിര വികസനം, ആ ഭാവിയുള്ള ആളുകളെ കൂടി പരിഗണിച്ച് ചെയ്യുന്ന പരിപാടിയാണെന്ന്. പിന്നെ ബാഡ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. എന്താ? ഡിസ്ട്രക്റ്റീവ് പ്രാക്ടീസസ്. നേരത്തെ പറഞ്ഞ പോലെ തോന്നിയ മാതിരി ആക്കുകയാണ്, തനിക്കാവശ്യമുള്ള മാത്രം നോക്കുകയാണ്, ഭാവിയിലുള്ള മനുഷ്യന്മാരെ പരിഗണിക്കുന്നില്ല. അപ്പം ഈ ഒരു അപ്പോക്കലിപ്റ്റിസിസം എന്ന ജോണ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ എന്താണ്? മോട്ടിവേറ്റ്സ് ആക്ഷൻ ടു പ്രിവെന്റ് എക്കോളജിക്കൽ കൊളാപ്സ് ത്രൂ അവെയർനെസ് ആൻഡ് ആക്ടിവിസം. ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താ? മനുഷ്യന്മാരെ പേടിപ്പിക്കുക എന്നതിലുപരി എന്താണ്? തോന്നിയ മാതിരി പ്രകൃതിയെ ഉപയോഗിച്ചാൽ അത് പ്രശ്നമാകുമ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കണേ എന്നൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ പാഠങ്ങളിൽ. അപ്പോൾ അപ്പോക്കലിപ്റ്റിസിസം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിലൂടെ മനുഷ്യന്മാർ പ്രകൃതിയെ തോന്നിയ മാതിരി ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ലോകം അവസാനിച്ചു പോകുമെന്ന് കാണിക്കുന്ന കൺസെപ്റ്റാണ്. അതിൽ നമ്മൾ പറഞ്ഞ പോലത്തെ പോപ്പുലേഷൻ ബോംബ്, സൈലന്റ് സ്പ്രിങ്, ഓറിക്സൺ ക്രീക്ക്, ഇത് മൂന്നും ഉദാഹരണങ്ങളാണ്. ഇതിലെല്ലാം എന്താ? മനുഷ്യന്മാരുടെ പ്രവൃത്തി കാരണം ലോകം നശിച്ചു പോകുന്ന കഥകളാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഗുഡും ബാഡും രണ്ടും തിരിക്കുന്നുണ്ട്. ഗുഡ് പറഞ്ഞാൽ ഭാവി സമൂഹങ്ങളെ കൂടി പരിഗണിച്ച്, നമ്മളെ മക്കളെയും കൂടി പരിഗണിച്ച് നമ്മൾ പ്രകൃതിയെ നോക്കലാണ്. അപ്പൊ എന്താണ്? എല്ലാ കാലത്തും ലോകം നിലനിൽക്കും. ബാഡ് എന്ന് പറഞ്ഞാൽ ആരും പരിഗണിക്കാതെ സ്വന്തം കാര്യം നോക്കി പോണ പരിപാടിയാണ്. അങ്ങനെ പോയാൽ ലോകം പെട്ടെന്ന് നശിച്ചു പോകും, ഒന്നും ബാക്കി ഉണ്ടാവില്ല എന്ന കൺസെപ്റ്റാണ്. ഇതൊക്കെയാണ് ഈ അപ്പോക്കലിപ്റ്റിസിസം എന്ന കൺസെപ്റ്റിലുള്ളത്. പിന്നെ ഉള്ളത് തേർഡ് വേൾഡ് എൻവയൺമെന്റ് ആണ്. തേർഡ് വേൾഡ് പറഞ്ഞാൽ അണ്ടർ ഡെവലപ്പിംഗ് അത്ര ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പൊ ലിങ്ക്സ് പവേർട്ടി ആൻഡ് എക്കോളജിക്കൽ ഡിഗ്രഡേഷൻ ഇൻ ലോ ഇൻകം ഏഷ്യൻ ആഫ്രിക്കൻ നേഷൻസ്. അപ്പൊ എന്താണ് ഈ തേർഡ് വേൾഡ് എൻവയൺമെന്റ് എന്നുള്ള ഈ പഠനം നടത്തുന്നത്? ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അധികം ഈ തേർഡ് വേൾഡ് അത്ര ഉയർന്ന് എന്താണ് ഉയരങ്ങളിലെത്തിയിട്ടില്ലാത്ത രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഈ ലോ ഇൻകം രാജ്യങ്ങളിൽ, നേഷനുകളിൽ എങ്ങനെയാണ് പോവർട്ടിയും എക്കോളജിയും ബന്ധപ്പെട്ട് കിടക്കുന്നത്? അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് നമ്മൾ ലിമിറ്റഡ് ലാൻഡ് ഫോർ സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ കോംപ്ലിക്കേറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് ജസ്റ്റിസ്. കുറഞ്ഞ സ്ഥലമുള്ള ഏരിയകൾ ഉണ്ടാവും. അതായത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏരിയ വളരെ കുറവാണ്, ബാക്കിയുള്ളിടത്തൊന്നും ചെടി വളരൂല. അപ്പൊ കുറഞ്ഞ ചെടിയുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രശ്നമാണ്. കാരണം അവർക്ക് ജീവിക്കാനുള്ള വക പോലും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതേപോലെ ഫസ്റ്റ് വേൾഡ് പോളിസീസ് ട്രേഡ് സബ്സിഡീസ് ഹാം തേർഡ് വേൾഡ് അഗ്രികൾച്ചർ റിസോഴ്സസ്. മറ്റൊന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ഉണ്ട്, വലിയ വലിയ സംഭവമാക്കി നടക്കുന്ന രാജ്യങ്ങൾ. അവര് കുറച്ച് ട്രേഡും അതുപോലെ സബ്സിഡീസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇത് കാരണം ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവുന്നത്? തേർഡ് വേൾഡ് കൺട്രീസിനാണ്. കാരണം ഇവരെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും എന്തെടുക്കുക, ഓരോ ബിസിനസിന്റെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ ഓരോരുത്തരുള്ള അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സസേ ഉള്ളൂ ഏഷ്യയിലും ആഫ്രിക്കൻ നേഷനുകളിലൊക്കെ. ഈ കുറഞ്ഞ റിസോഴ്സസ് തന്നെ എന്താണ് ആരോ ഉപയോഗപ്പെടുത്തുന്നത്? ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ആണ് യൂസ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? ഓരോ പോളിസി കൊണ്ടുവരും, ട്രേഡും സബ്സിഡീസും കൊണ്ടുവന്നിട്ട് ഇവരെ പ്രകൃതിയെ ഉപയോഗിക്കുന്നു. അപ്പം തേർഡ് വേൾഡ് കൺട്രീസ് ഫസ്റ്റ് വേൾഡ് കൺട്രികൾ കാരണം അവരുടെ പ്രകൃതിക്ക് വലിയ രീതിയിൽ ആഘാതം വരുത്തേണ്ടി വരുന്നു, അവർ സ്വന്തമേ കൊല്ലാണ് എന്നൊരു കൺസെപ്റ്റാണ് തേർഡ് വേൾഡ് എൻവയൺമെന്റ് എന്നുള്ള കൺസെപ്റ്റ്. അഡ്വക്കേറ്റ്സ് എൻവയൺമെന്റൽ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അഡ്രസ്സിംഗ് ഇൻ അൺഈക്വൽ റിസോഴ്സ് ആക്സസ്. അപ്പോൾ ലിബറേഷൻ എക്കോളജിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതെന്താ പറയുന്നത് അറിയോ? അങ്ങനെ എല്ലാ രാജ്യത്തിനും മറ്റേ രാജ്യത്ത് പോയിട്ട് എന്താ അവിടുത്തെ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഒഴിവാക്കണം. ഇപ്പൊ അമേരിക്കക്ക് പോയിട്ട് ഉക്രൈനത്തെ റിസോഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അത് ലിബറേഷൻ എക്കോളജിസ്റ്റുകൾ സമ്മതിക്കില്ല. കാരണം എന്താ? അത് വേറെ സ്ഥലമാണ്. ഇപ്പൊ ഉക്രൈൻ്റെ ആളുകൾക്ക് അമേരിക്കത്തെ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. എന്നാൽ അമേരിക്ക ഇങ്ങോട്ട് ഉപയോഗിക്കണം എന്ന് പറയും. അത് ശരിയല്ല. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ റിസോഴ്സ് കിട്ടണം. അതായത് സ്വന്തം റിസോഴ്സസ് ഒത്തിരി ഉപയോഗിച്ചാൽ മതി, ബാക്കിയുള്ള കൺട്രികളുടെ തലടാൻ നിൽക്കണ്ട, സ്വന്തം പ്ലേറ്റിൽ കൈയിട്ടാൽ മതി എന്നുള്ള കൺസെപ്റ്റാണ് ലിബറേഷൻ എക്കോളജിസം. എല്ലാ പ്ലേറ്റിലും കൈയിടാനുള്ള അവസരം കൊടുക്കാൻ പാടില്ല എന്നുള്ള കൺസെപ്റ്റാണ് ലിബറേഷൻ എക്കോളജിസം. പിന്നെ ഡീപ്പ് എക്കോളജി സ്റ്റുഡ്സ് വെൽത്തിയർ നേഷൻസ് വിത്ത് മോർ വെൽഡർനെസ് നോട്ട് തേർഡ് വേൾഡ് കോണ്ടെക്സ്റ്റ്. അപ്പം ഡീപ്പ് എക്കോളജി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റുകളൊക്കെ ആരെയെ ബാധിക്കുക കൂടുതൽ? ഡീപ്പ് എക്കോളജി ഡീറ്റെയിൽ ആയിട്ട് പ്രകൃതി വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആർക്കും അതിനെക്കൊണ്ട് ലാഭമുള്ളത്? ഇതിനെക്കൊണ്ട് ലാഭമുള്ള ഫസ്റ്റ് വേൾഡ് കൺട്രീസാണ്. കാരണം അവിടെ അധികവും കാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. എന്നാൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നത് അല്ലെങ്കിലേ അവിടെ സ്ഥലമില്ല താമസിക്കാൻ, അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് കൃഷി ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ആ സമയത്ത് ഡീപ്പ് എക്കോളജി പ്രകൃതി അങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ തേർഡ് വേൾഡ് കൺട്രീസ് മുടിയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ തേർഡ് വേൾഡ് എൻവയൺമെന്റ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ പോവേർട്ടിയും അവിടുത്തെ പ്രകൃതി എക്കോളജിക്കൽ ഡീഗ്രഡേഷനും തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുകയാണ്. അതായത് പോവേർട്ടി ഉണ്ട് അവിടെ, അതേപോലെ അവിടുത്തെ എക്കോളജി അവിടുത്തെ പരിസ്ഥിതി പറ്റ ശോകമാണ്.
അപ്പോൾ പരിസ്ഥിതി ശോകമാവണനുസരിച്ചിട്ട് അവിടുത്തെ എന്താണ് പോവേർട്ടി കൂടുതൽ പ്രശ്നകരമാവും. കാരണം എന്താ, പരിസ്ഥിതി എന്നുള്ളത് മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്ന കാര്യമാണ്. അത് പിന്നെയും നശിക്കുന്നതനുസരിച്ച് അവിടുത്തെ സൊസൈറ്റിയും താഴത്തേക്ക് പോകും, അവരുടെ പോവേർട്ടി ലെവൽ കൂടും എന്നൊരു കൺസെപ്റ്റാണ് തേർഡ് വേൾഡ് എൻവയൺമെന്റ്. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വലിയ വലിയ രാജ്യങ്ങളുണ്ട്, ഫസ്റ്റ് വേൾഡ് കൺട്രീസ്, ഓരോ ട്രേഡും സബ്സിഡീസും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ തേർഡ് വേൾഡ് പാവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സ്ഥലമല്ലേ ജീവിക്കുക, അങ്ങോട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കൃഷി ചെയ്ത് എങ്ങനെയോ ജീവിച്ച് പോകുന്ന സമയത്ത് ഇവർ ട്രേഡും സബ്സിഡീസും ഫസ്റ്റ് വേൾഡ് കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കും, ഇവിടെ പണി ചെയ്യും. ഇത് ശരിയല്ല. അപ്പൊ ലിബറേഷൻ എക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്, ഈ ലിബറേഷൻ എക്കോളജിസ്റ്റുകൾ, ഇവർ വന്നിട്ട് പറഞ്ഞു ഇത് ശരിയല്ല. ഫസ്റ്റ് വേൾഡ് കൺട്രീസ് ഓല വീട്ടിൽ തന്നെ എന്തായാലും ഓല പ്ലേറ്റിൽ തന്നെ കൈയിട്ടാൽ മതി, അപ്പുറത്തെ തേർഡ് വേൾഡ് കൺട്രീസിലും കൂടി പോയി കൈയിടുന്ന പരിപാടി ചെയ്യുന്നത് ശരിയല്ല. അത് തേർഡ് വേൾഡ് കൺട്രീസിനെ നശിപ്പിക്കുകയാണ്. അവരുടെ പ്രകൃതി അവർക്ക് തന്നെ ആവശ്യത്തിന് കിട്ടുന്നില്ല, എന്നിട്ടാണ് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തേർഡ് വേൾഡ് കൺട്രീസിന് വലിയ രീതിയിലുള്ള നഷ്ടം ഉണ്ടാവുന്നുണ്ട്. അവരുടെ പ്രകൃതി നശിപ്പിക്കപ്പെടുന്നു, അവരുടെ പോവേർട്ടി പിന്നെയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഇത് ശരിയല്ല എന്ന കൺസെപ്റ്റാണ് ഈ തേർഡ് വേൾഡ് എൻവയൺമെന്റിനെ കുറിച്ചിട്ട് ലിബറേഷൻ എക്കോളജിസം സംസാരിക്കുന്നത്. ഇനി എക്കോ ഫെമിനിസം എന്നുണ്ട്. എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാല് എക്കോ എന്ന് പറഞ്ഞ പ്രകൃതി, ഫെമിനിസം എന്ന് പറഞ്ഞാൽ പെണ്ണ്. അപ്പൊ പെണ്ണിനെയും പെണ്ണിത്തത്വം എന്താ പറയാ, പെണ്ണത്വം, സ്ത്രീത്വത്തെയും അതുപോലെ എന്താണ് പ്രകൃതിയെയും മിക്സ് ചെയ്യുന്ന പരിപാടി, സ്ത്രീത്വത്തെയും പ്രകൃതിയെയും മിക്സ് ചെയ്ത് പഠിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ എക്കോ ഫെമിനിസം. അതിലെന്താ പറയണ അറിയോ, അണ്ടർ പാട്രിയാർക്കൽ സിസ്റ്റം, ആൺമേൽക്കോയ്മ ഉള്ള സൊസൈറ്റിയാണ് ഞമ്മളത്. അപ്പൊ പ്രകൃതിയെയും പെണ്ണിനെയും ആണുങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, വിമൻസ് ക്ലോസർ ടൈസ് ടു നേച്ചർ പ്രൊട്ടക്ഷൻ അലൈൻ വിത്ത് സ്ട്രഗിൾ. അപ്പം പ്രകൃതിയെ നോക്കുകയാണെങ്കിൽ അതിന്റെ രണ്ട് കൺസെപ്റ്റുകൾ പ്രധാനമായിട്ടും നർച്ചറും റിപ്രൊഡക്ഷനുമാണ്. അതായത് നമുക്ക് ജീവിക്കാനുള്ള വക അവിടുന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ തിന്നുന്നു. അപ്പൊ നമ്മളെ നോക്കി നടത്തുന്ന സാധനമാണ് പ്രകൃതി, അർത്ഥത്തിൽ നർച്ചറിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ റിപ്രൊഡക്ഷൻ എന്തുണ്ട്, ഈ മരങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുഴിച്ചിട്ടാൽ പിന്നെയും ഉണ്ടാവുന്നു. അപ്പൊ പ്രകൃതിന്റെ രണ്ട് മെയിൻ ക്വാളിറ്റിയാണ് നർച്ചർ, റിപ്രൊഡക്ഷൻ. ഈ രണ്ട് സാധനമുള്ള മറ്റൊരാളാണ് വിമൻ എന്ന് പറയുന്നത്. അവർ എന്ത് ചെയ്യും, അവരെ മക്കളെ നോക്കി നടത്തുന്നു, നർച്ചർ ചെയ്യുന്നു. അതുപോലെ റിപ്രൊഡക്ഷൻ, അവരിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാവുന്നത്. അപ്പം ഈ രണ്ട് പ്രകൃതിയും സ്ത്രീകളും പാട്രിയാർക്കി എന്ന വിഷയത്തിൽ മാത്രമല്ല, അവരുടെ പ്രത്യേകതകൾ വെച്ച് നോക്കുകയാണെങ്കിൽ നർച്ചർ, റിപ്രൊഡക്ഷൻ ഈ വിഷയത്തിൽ എന്താണ്, അവർ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരു കൺസെപ്റ്റാണ്. അതിൽ ഈ ഒരു എക്കോ ഫെമിനിസത്തിന് വേണ്ടി പ്രധാനമായി സംസാരിക്കുന്ന ഒരുപാട് ആളുണ്ട്. അതിൽപ്പെട്ടതാണ് വന്ദന ശിവ, മാരി മെല്ലർ, ഏരിയൽ സെല്ല, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എക്കോ ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. പ്രധാനമായിട്ടും അവരുടെ ക്രിറ്റിക്സ് എന്താണ്, പാട്രിയാർക്കി എക്സ്പ്ലോയിറ്റ്സ് ബോത്ത് ദി വിമൻ ആൻഡ് നേച്ചർ, പ്രകൃതിയെയും സ്ത്രീകളെയും പാട്രിയാർക്കി ആൺമേൽക്കോയ്മ നശിപ്പിക്കുകയാണ് എന്ന കൺസെപ്റ്റാണ്. വ്യൂയിങ് ദം എസ് സബോർഡിനേറ്റ്, ഈ സ്ത്രീകളെയും പ്രകൃതിയെയും ഒക്കെ അവർക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റിയ സാധനമായിട്ടാണ് പാട്രിയാർക്കി കാണുന്നത്, ആണുങ്ങൾ കാണുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ഇവർ പറയുന്നത്. പിന്നെ ആക്ടിവിസം കമ്പൈൻസ് എക്കോ ക്രിറ്റിസിസം വിത്ത് എക്കോ ആക്ടിവിസം ടു അഡ്വക്കേറ്റ് ഫോർ എൻവയറമെന്റൽ ജസ്റ്റിസ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്, അവർ എക്കോ ആക്ടിവിസവും അതുപോലെ ജെൻഡർ ജസ്റ്റിസും വിഷയങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ആൺമേൽക്കോയ്മയുടെ കീഴിൽ പെണ്ണും പ്രകൃതിയും നശിക്കുന്നു, അവരനുഭവിക്കുകയാണ്. കാരണം ആണുങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടം പോലെ ഇവരെ കൺട്രോൾ ചെയ്യും, പ്രകൃതിയെ തോന്നിമാരി വെട്ടി ഒഴിവാക്കും, സ്ത്രീകളെ തോന്നിമാരി ഉപയോഗിക്കും. ഇങ്ങനെ ഉപയോഗിച്ച് പ്രകൃതി നശിച്ചു പോവുകയാണ് എന്ന കൺസെപ്റ്റാണ് എക്കോ ഫെമിനിസം. അപ്പൊ അങ്ങനെ പറ്റൂല, ജെൻഡർ ഇക്വാലിറ്റി വേണം, പ്രകൃതിയെ നോക്കണം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് കൊണ്ടുവരുന്നത്. പിന്നെ ജെൻഡർ ആൻഡ് നേച്ചർ എന്നൊരു കൺസെപ്റ്റ്, അതായത് പ്രകൃതിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതിൽ ചിലത് ഫെമിനിനും ചിലത് മാസ്കുലിനും. അതായത് ഇപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു മാസ്കുലിൻ സിമ്പിളായിട്ടാണ് കാണാം, എന്നാൽ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അതൊരു പെണ്ണത്വമായിട്ടാണ് കാണാം, അല്ലേ? അപ്പം എന്താണ്, പ്രകൃതിയിലുള്ള പല കാര്യങ്ങളെയും ഫെമിനിൻ അതുപോലെ മാസ്കുലിൻ എന്ന കൾച്ചറൽ ബൈനറിയിൽ പെടുത്താറുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ ചർച്ച. അപ്പോൾ പാട്രിയാർക്കി വ്യൂസ് നേച്ചർ ആൻഡ് വുമൻ ആസ് നർച്ചറിംഗ് ദിസ് എക്സ്പ്ലോയിറ്റബിൾ ബൈ മെയിൽ ഡൊമിനന്റ് സിസ്റ്റം. അപ്പം പ്രകൃതി എന്ന് പറയുന്നത് പൊതുവെ പെണ്ണായിട്ടാണ് പരിഗണിക്കപ്പെടാറുള്ളത്, അല്ലേ? അപ്പൊ ഈ പെണ്ണിനെയും പ്രകൃതിയെയും തോന്നിയ പോലെ ഉപയോഗിക്കുന്നു. അപ്പം നമ്മളെ സാധാരണഗതിയിൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് ഇത് പെണ്ണാണ്, ഇത് ആണാണ് എന്ന് പറയുന്ന ടൈപ്പ് സാധനങ്ങൾ, സൂര്യനെ നോക്കി ആണാണ്, ചന്ദ്രനെ നോക്കി പെണ്ണാണ് എന്ന് പറയുകയാണെങ്കിൽ പോലും പ്രകൃതിയുടെ പല വിഷയങ്ങളിൽ പോലും എന്തുണ്ട്, ഇങ്ങനെ പറയുന്നതിൽ പോലും ആണുങ്ങൾക്ക് എന്തുണ്ട്, മേൽക്കോയ്മ ഉണ്ട് എന്നാ പറയണേ. ഇപ്പൊ പ്രകൃതി നോക്കുക, പ്രകൃതി എന്നുള്ള വാക്ക് എന്താണ്, ഫെമിനിനോ മാസ്കുലിനോ? അത് ഫെമിനിനാ, സ്ത്രീത്വത്തിന്റെ കഥ. പ്രകൃതി ആരെ നശിപ്പിക്കുന്നത്, ഈ പാട്രിയാർക്കി ആണെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ പാട്രിയാർക്കി എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയെയും പെണ്ണിനെയും എന്താണ് യഥാർത്ഥത്തിൽ നശിപ്പിക്കുന്നുണ്ട്, അത് വേറെ. അതിന് പുറമെ വാക്കുകളിലൂടെ പോലും വാക്കുകളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആൺമേൽക്കോയ്മ കാണാൻ പറ്റുന്നുണ്ട് എന്നൊരു കൺസെപ്റ്റാണ്. പിന്നെ ചലഞ്ചസ് മെയിൽ ഡൊമൈൻസ് ഓവർ ബോത്ത് വുമൻ ആൻഡ് നേച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഇവിടെ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഉണ്ട്, അതായത് അങ്ങനെയല്ല, അങ്ങനെ ആവാൻ പറ്റൂല, ആണുങ്ങൾ മേൽക്കോയ്മ അങ്ങനെ ശരിയാവില്ല, അത് പെണ്ണുങ്ങൾ വല്ലാതെ ഉപയോഗപ്പെടുത്തുകയാണെന്നുള്ള കൺസെപ്റ്റാണ്. നേച്ചർ ഇസ് ഓഫൻ ജെൻഡേർഡ് ആസ് ഫീമെയിൽ ലിറ്ററേച്ചർ എംഫോഴ്സിങ് സബ്ജുഗേഷൻ.
അപ്പോൾ പ്രകൃതിയെ പലപ്പോഴും പെണ്ണായിട്ടാണ് കാണുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ്, ഒരു സ്ത്രീകളെ അടിച്ചമർത്തുന്ന പോലെ പ്രതികളെ അടിച്ചമർത്തുന്നു, വാക്കുകളിൽ പോലും അങ്ങനെ ആൺമേൽക്കോയ്മ കാണപ്പെടുന്നു എന്നൊരു കൺസെപ്റ്റാണ്. പിന്നെ സീംസ് ടു ഡിസ്മാൻഡിൽ ഇൻ ദ ബാനർ അത് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞാൽ എന്താ, പ്രകൃതിയെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നു, ആ മനുഷ്യന്മാരെ നശിപ്പിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ സ്ത്രീകളെയും പ്രകൃതിയൊക്കെ നശിപ്പിക്കുന്നു, ഓലെ ഉപയോഗപ്പെടുത്തുന്നു എന്നാ പറഞ്ഞത്. അത് ഓലെ ചെയ്യണ പണിയാണ്. എന്നാൽ വാക്കുകളിൽ പോലുമുള്ള മാസ്കുലിൻ ഫെമിനിൻ നമ്മൾ തിരിക്കുമ്പം എന്താണ് സ്ത്രീലിംഗാണ് പുല്ലിംഗാണ് എന്ന് തിരിക്കുന്ന ഭാഗത്ത് പോലും ആ ആൺമേൽക്കോയ്മ കാണാൻ പറ്റുന്നുണ്ട് എന്നൊരു കൺസെപ്റ്റാണ് ജെൻഡർ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞ ഉദ്ദേശം. ഈ മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം എന്ന സാധനമാണ്. അതിലും എന്താണ് എംഫസൈസസ് ഹൗ വിമൻസ് നേച്ചേഴ്സ് ലേബർ ആർ ഡിവാല്യൂഡ് ഇൻ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ, ഒരു മുതലാളിത്ത സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്, പ്രകൃതിയെ അവരാവശ്യത്തിന് ഉപയോഗിക്കുന്നു, പ്രകൃതിയെ കഷ്ടപ്പെട്ട് ഫ്രൂട്ട്സ് ഉണ്ടാക്കുന്നു, അത് തോന്നിയ പോലെ ഉപയോഗിക്കുകയാണ് ക്യാപിറ്റലിസം ചെയ്യുന്നത്. സ്ത്രീകൾ പണിയെടുക്കുന്നു, അതും വിലയില്ലാത്ത ഓല് നിർബന്ധമായി പണിയെടുക്കേണ്ട പണിയാണ്. അപ്പോൾ പ്രകൃതിയും വിമനും ചെയ്യുന്ന ലേബർ, അവർ ചെയ്യുന്ന പണിയെല്ലാം ഒരു വാല്യൂ ഇല്ലാത്ത ഒരു രീതിയിലാണ് ക്യാപിറ്റലിസം സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റാണ് ഈ സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം എന്ന കൺസെപ്റ്റ്. അവിടെ എന്താ സംഭവിക്കുന്നത്, രണ്ടാമത്തെ പോയിന്റ് നോക്കി, വിമൻസ് ഡൊമസ്റ്റിക് വർക്ക്, വീട്ടുജോലി ചെയ്യൽ സ്ത്രീകൾ, അതുപോലെ നേച്ചേഴ്സ് റിസോഴ്സസ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് റിസോഴ്സുകളുണ്ട്, ആർ സീൻ ആസ് ഫ്രീ. ഇതൊക്കെ ഫ്രീ ആണെന്ന് വിചാരിച്ചിരിക്കുന്നത് ക്യാപിറ്റലിസം, സെർവിങ് മെയിൽ എക്കണോമീസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ക്യാപിറ്റലിസം ചെയ്യുന്നത് സ്ത്രീകളെ കഷ്ടപ്പെട്ട് എടുക്കുന്ന, വീടുകളിൽ എടുക്കുന്ന ജോലികൾ, അതൊക്കെ ഫ്രീ ആയി, അത് നിർബന്ധം ചെയ്യേണ്ട ഫ്രീ ആയി കാര്യമായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രകൃതിയിലുള്ള എല്ലാ സാധനവും തോന്നിയമാതിരി ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രകൃതിയെയും അതുപോലെ സ്ത്രീകളെയും അവർ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ വെറുതെയാണ്, അതൊന്നും ആർക്കും അതൊക്കെ എന്താണ് ഉപയോഗിക്കാനുള്ളതാണ്, ഓൽക്ക് വരെ വിലയില്ല, ഓലെ നിർബന്ധമായി ചെയ്യേണ്ട പണിയായിട്ടാണ് ആര് കാണുന്നത്, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം കാണുന്നത് എന്നൊരു കൺസെപ്റ്റാണ് നമ്മുടെ മെറ്റീരിയലിസ്റ്റ് ഓർ സോഷ്യലിസ്റ്റ് എക്കണോമിക്സും പറയുന്നത്. പൊളിറ്റിക്കൽ ഡൊമസ്റ്റിക് എക്കോണമിക്സ് ഡിപെൻഡ് ഓൺ നാച്ചുറൽ റിസോഴ്സസ് നീഡിങ് റീഡെഫിനിഷൻ. അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്ത് വിഷയം നോക്കുകയാണെങ്കിൽ, ലോകത്ത് എവിടെ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നാച്ചുറൽ റിസോഴ്സ് നിർബന്ധമാണ്. എന്ന പോലെ സ്ത്രീകളുടെ വിഷയം അങ്ങനെ തന്നെ, സ്ത്രീകൾ വീട്ടിൽ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ്. അവർ പണിയെടുക്കുന്നുണ്ട്, അവർ പണിയെടുക്കുന്നത് ചില്ലറ കാര്യമല്ല, സ്ത്രീകളും പ്രകൃതിയും കഷ്ടപ്പെടുന്നുണ്ട് പല നിലക്ക്. അപ്പോൾ സ്ത്രീകൾ എടുക്കുന്ന ജോലി എന്ന് പറയുന്നത് അവരെ വീടുകളിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഏതുപോലെ പ്രകൃതിയെ ഉപയോഗിച്ചിട്ടാണല്ലോ ഇന്നത്തെ ഏത് സൊസൈറ്റിയും മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ആൺമേൽക്കോയ്മ നിറഞ്ഞു നടക്കുന്ന ഈ ലോകത്ത് പ്രകൃതി എത്രത്തോളം ആവശ്യമാണോ അതുപോലെ തന്നെയാണ് സ്ത്രീയുടെ വർക്കും, അതും വളരെയധികം ആവശ്യമായ കാര്യം തന്നെയാണ്. അതിനെ വില കുറച്ച് കാണാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്, ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വില കുറച്ച് കാണപ്പെടുന്നു. അത് ശരിയല്ല എന്നാണ് ആര് പറയുന്നത്, ഈ മെറ്റീരിയലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോ ഫെമിനിസം പറയുന്നത്. മനസ്സിലായോ? അപ്പം പ്രകൃതി പണിയെടുക്കുന്നുണ്ട്, സ്ത്രീ പണിയെടുക്കുന്നുണ്ട്, ഇത് രണ്ടിനും ക്യാപിറ്റലിസ്റ്റിൽ വിലയില്ല. അങ്ങനെ ആയാൽ പോരാ. പ്രകൃതി എന്ന് പറയുന്നത് എന്താണ്, ഈ സൊസൈറ്റി മൊത്തം ജീവിച്ചു പോണത് അങ്ങനെയാണ്. എന്ന പോലെ തന്നെ വിമനും സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട്, ആ പണി കാരണമാണ് ഇന്നത്തെ ഫാമിലികളൊക്കെ നന്നായി പോണത്. അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പണി തന്നെയാണ്. അപ്പോൾ അവരത് വില കുറച്ച് കാണുന്നത് ശരിയല്ല, അതിനൊക്കെ ഒരു വിലയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. പിന്നെ ഒരു രസകരമായ കൺസെപ്റ്റാണ് എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി. ആ സംഭവം എന്താ, ഡൈഫൈസ് നേച്ചർ. പ്രകൃതി പറഞ്ഞാൽ ദൈവമാണ്, പ്രകൃതി ദൈവമാണ്. റിവൈവിങ് മിത്സ് ആൻഡ് ബിലീഫ്സ് ഇൻ നേച്ചർ വർഷിപ്പ്. അപ്പോൾ പ്രകൃതിയെ വർഷിപ്പ് ചെയ്യുന്ന, പ്രകൃതിയെ ആരാധിക്കുന്ന ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്. ഇപ്പം ഹിന്ദുയിസത്തിന്റെ ഗോഡസ് വർഷിപ്പ്, ഹിന്ദുയിസത്തിൽ എന്തുണ്ട്, പ്രകൃതി ദേവത ഉണ്ട്. അപ്പോൾ ഈ പ്രകൃതി ദേവത അതിലുണ്ടല്ലോ. എന്ന പോലെ ഒരുപാട് മതങ്ങളിൽ ഒരുപാട് പ്രകൃതിയെ ദൈവമാക്കുന്ന പരിപാടികളുണ്ട്. അല്ലാതെ തന്നെ പ്രകൃതി ദേവ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ പ്രകൃതിയെ ദൈവമാക്കുന്ന ആ ഒരു പഴയ കൺസെപ്റ്റുകൾ, ദേവത കൺസെപ്റ്റുകളിലൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു കൺസെപ്റ്റാണ് എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് വന്ദന ശിവ എന്ന് പേരുള്ള ചെങ്ങായി. മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേയിങ് എലൈവ് എന്ന് 1989 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിലെന്താ പറയുന്നത്, ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ അത് എക്കോ ഫ്രണ്ട്ലി ആണെന്നാണ്. ഹിന്ദുയിസത്തെ വെച്ച് നോക്കുന്ന സമയത്ത് അതൊരു കൾച്ചറാണ്, അതൊരു റിലീജിയൻ ആയിട്ട് പറയപ്പെടുന്നില്ല. അപ്പം സിന്ധു നദീ തടാകത്തിൻ്റെ തരികെ ജീവിച്ച ആളുകളെയാണ് ഹിന്ദു എന്ന് വിളിച്ചിരുന്നത്. അത് പിന്നെ ഇതിൻ്റെ പേരിലേക്കാണ് ഇപ്പോൾ കാലം മാറിയതാണെന്നാണ് കൺസെപ്റ്റ്. അപ്പോൾ കൾച്ചറായിരുന്നു യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഒരു ഓൾഡ് കൾച്ചർ, ഇന്ത്യയുടെ ഓൾഡ് കൾച്ചർ, അതായത് ഈ ഹിന്ദുയിസം എന്നുള്ളത് എന്താണ്, യഥാർത്ഥത്തിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന കൺസെപ്റ്റാണ് ഈ വന്ദന ശിവ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ്, മെറ്റീരിയൽ എക്കോ ഫെമിനിസ്റ്റ് ആർഗ്യൂ സ്പിരിച്വൽ മിത്സ് ഡിസ്ട്രാക്ട് ഫ്രം പാട്രി. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു ആര്, വന്ദന ശിവ. നമുക്ക് എന്ത് ചെയ്യാം, പഴയ മിത്തും ബിലീഫും ഒക്കെ കൊണ്ടുവരാം, പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുമല്ലോ എന്ന് മൂപ്പരൊരു കാഴ്ചപ്പാട്. അതിനെ എതിർക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവർ പറഞ്ഞു ഈ സ്പിരിച്വൽ മിത്തുകളൊക്കെ നോക്കി എന്നാൽ പ്രാക്ടിക്കൽ ആക്ടിവിസം, പ്രകൃതിക്ക് ശരിക്കും എന്തെങ്കിലും ചെയ്യേണ്ടത് ഇല്ലാതാവും, അപ്പോൾ അത് കൊണ്ടുവരണ്ട എന്നുള്ള കൺസെപ്റ്റാണ് ചില ആളുകൾ.
പിന്നെ ശിവാസ് ഐഡിയലൈസ്ഡ് വ്യൂ ഓവർലുക്സ് കാസ്റ്റ് ആൻഡ് ജെൻഡർ ഇക്വാലിറ്റി ഇൻ ഏൻഷ്യന്റ് ട്രഡീഷൻ. അപ്പോൾ പഴയ ട്രഡീഷൻ കൊണ്ടുവരിക എന്ന് പറയുന്ന സമയത്ത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ ട്രഡീഷനിൽ, അതായത് ഇന്ത്യൻ ട്രഡീഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കാസ്റ്റ് പ്രശ്നമുണ്ട്, ജെൻഡർ പ്രശ്നമുണ്ട്, ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും കാണാത്ത മാതിരിയാവും. അപ്പം എന്താണ് അപ്പോൾ എന്താ സംഭവിച്ചത്? എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ദൈവതുല്യമാക്കുന്ന പരിപാടിയാണ്. അതിന് എന്താണ് പഴയ മിത്തുകൾ കൊണ്ടുവരണം, പഴയ കഥകൾ കൊണ്ടുവരണം, പഴയ ഇന്ത്യൻ കൾച്ചർ കൊണ്ടുവരണം എന്നുള്ള കൺസെപ്റ്റിലൂടെ വന്ദന ശിവമെല്ലെ ഉടായ്പ ഒപ്പിക്കാൻ നോക്കി. അപ്പോൾ ക്രിട്ടിക്സ് വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഉടായ്പ ഒപ്പിക്കണ്ട, അങ്ങനെ ഉടായ്പ ഒപ്പിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ശരിക്കുള്ള എന്താണ് സ്പിരിച്വൽ മിത്തിന്റെ പേരിൽ ശരിക്കും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോകും. മാത്രമല്ല പഴയ സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രകൃതി മാത്രമല്ല കാസ്റ്റ്, ജെൻഡർ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും കാണാത്ത മാതിരി നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉടായ്പ ഒപ്പിക്കണ പരിപാടി ചെയ്യരുത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഈ എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റിക്ക് എതിരെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻകറേജ് സ്പിരിച്വൽ റെഫറൻസ് ഫോർ നേച്ചർ ഫോസ്റ്ററിംഗ് എൻവയറമെന്റൽ കോൺഷ്യസ്നെസ്. എന്തായിരുന്നു എക്കോ ഫെമിനിസ്റ്റിന്റെ ഉദ്ദേശം? പ്രകൃതിയെ സ്പിരിച്വൽ റെഫറൻസ്, അതായത് പ്രകൃതിയോട് ഒരു ആത്മീയ കണക്ഷൻ ഉണ്ടാക്കുക, ആ നിലക്ക് പ്രകൃതിയെ നല്ലവണ്ണം മുന്നോട്ട് നോക്കി നടത്തുക. ഈ ഒരു കൺസെപ്റ്റിലേക്ക് മനുഷ്യർ എത്തണം എന്നുള്ള കൺസെപ്റ്റിലാണ് യഥാർത്ഥത്തിൽ എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എക്കോ ഫെമിനിസ്റ്റ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ദൈവമായി കാണുക, ഒരു ആത്മീയത നിറയ്ക്കുക. അപ്പോൾ അതിനൊരു ഉദാഹരണം ഈ വന്ദന ശിവ എന്ന് പറഞ്ഞ ചങ്ങായി ഹിന്ദുയിസത്തിന്റെ ദൈവങ്ങളെ, പഴയ ദൈവങ്ങളെ കൊണ്ടുവരണം. ദൈവങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഏതായാലും ആ കൺസെപ്റ്റിനെ കൊണ്ടുവരണം. അപ്പം പ്രകൃതിയായിട്ട് കുറച്ചുകൂടി ആത്മീയമായി ബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ പഴയ സിസ്റ്റം കൊണ്ടുവരണം എന്നുള്ളതിനെ ഒരുപാട് ആൾ എതിർത്തു. അങ്ങനെ പഴയ സിസ്റ്റം കൊണ്ടുവരാന്ന് പറയുമ്പോൾ പ്രകൃതി മാത്രമല്ല ജെൻഡറും കാസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഇനിയും കൂടി വരും. അപ്പം അങ്ങനെ കൊണ്ടുവരേണ്ട എന്നുള്ള കൺസെപ്റ്റാണ് ആര് പറഞ്ഞിട്ട്. മാത്രമല്ല ഈ സ്പിരിച്വൽ മിത്തുകൾ, ആത്മീയമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും എന്തൊക്കെയോ ചെയ്യാനൊക്കെ ഉണ്ടാവും. അത് ചെയ്യേണ്ട സമയത്ത് ശരിക്കും പ്രകൃതിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ആയിപ്പോവും. അതുകൊണ്ട് വദന ശിവ തൽക്കാലം അവിടെ ഇരുന്നോളി എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഈ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കുകൾ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലിറ്റററി എക്കോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. വ്യൂസ് ലിറ്ററേച്ചർ ആസ് എൻ എക്കോളജിക്കൽ സിസ്റ്റം വിത്ത് ടെക്സ്റ്റ് ആസ് സ്റ്റോർഡ് എനർജി പെർ വില്യം റോക്കറ്റ്. ഈ ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത് ഒരു എക്കോളജിക്കൽ സിസ്റ്റമാണ്, ഒരു പ്രകൃതിയുടെ സിസ്റ്റം തന്നെയാണ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ വേറെ, പ്രകൃതി വേറെ, അങ്ങനെയല്ല. ലിറ്ററേച്ചർ തന്നെ എന്താണ്? പ്രകൃതിയുടെ സിസ്റ്റം പോലെയാണ്. ഇപ്പോൾ പ്രകൃതിയെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എനർജി നേടുന്നു അല്ലേ? ആപ്പിൾ തിന്നുമ്പോൾ നമുക്ക് ശക്തി വെക്കുന്നു. ആപ്പിൾ പറഞ്ഞ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് ശക്തി കിട്ടും. എന്ന പോലെ ലിറ്ററേച്ചർ എന്നുള്ള എന്തുപോലെയാണ്? നമ്മൾ അതങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും. ലിറ്റററി ടെക്സ്റ്റുകൾ, ഒരു കവിത എന്ന് പറഞ്ഞാൽ അത് ഒരു ബാറ്ററി പോലെയാണ്, ഫുൾ എനർജി നിറച്ച ബാറ്ററി പോലെയാണ്, ഒരു ആപ്പിൾ പോലെയാണ്. അത് തിന്നുമ്പോൾ നമുക്ക് എന്താവും? ശക്തി വെക്കും. അപ്പം ലിറ്ററേച്ചറും ഒരു എക്കോളജിക്കൽ സിസ്റ്റമാണ്. ലിറ്ററേച്ചർ ഒരു എക്കോളജിക്കൽ സിസ്റ്റമാണ് എന്നൊരു കൺസെപ്റ്റാണ് ലിറ്ററേച്ചർ എന്നുള്ളത്. സാഹിത്യം എന്നുള്ളത് പ്രകൃതിയിലെ ആപ്പിൾ പോലെ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്ന സാധനമാണ്. അത് കഴിച്ചാൽ എല്ലാവർക്കും എനർജി വെക്കും എന്നൊരു കൺസെപ്റ്റാണ് ലിറ്റററി എക്കോളജി. എക്കോ ടെക്സ്റ്റ് പ്രസൻസ് വിൽഡർനെസ് ആസ് ഒതന്റിക് ചാലഞ്ചിങ് ഹ്യൂമൻ സെൻട്രിക് വ്യൂസ്. അപ്പോൾ ഈ എക്കോ ടെക്സ്റ്റുകളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? അവർ പറയുന്നത് ഈ വിൽഡർനെസ്, ഈ പറഞ്ഞ കാടുകളാണ് ശരിക്കും ഒതന്റിക്, ആർട്ടിഫിഷ്യൽ. അപ്പം മനുഷ്യന്മാരെല്ലാം ആർട്ടിഫിഷ്യൽ ആണെന്നാണ് ആര് കൺസെപ്റ്റ്? ഈ ലിറ്റററി എക്കോളജിയുടെ കൺസെപ്റ്റ്. ഈ ശരിക്കും ഈ കാടും മലകളൊക്കെയാണ് ഒതന്റിക് എന്ന കൺസെപ്റ്റാണ് എക്കോ ടെക്സ്റ്റുകൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളെ മനുഷ്യന്മാരുടെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മനുഷ്യന്മാരാണ് എല്ലാത്തിൻ്റെ സെൻറ്റർ, പ്രകൃതി ഒന്നിനും പറ്റില്ല എന്നുള്ള കൺസെപ്റ്റാണ്. എന്നാൽ ലിറ്റററി എക്കോളജി പറയുന്നത് എന്താ? അങ്ങനെയല്ല, മനുഷ്യനല്ല സെൻറ്റർ, ഈ പ്രകൃതിയാണ് സെൻറ്റർ. കാരണം ഓലാണ് മെയിൻ, ഒതന്റിക് ശരിക്കുള്ള ഇവിടെ ആളുകൾ എന്നാണ് ലിറ്റററി എക്കോളജി പറയുന്നത്. പിന്നെ ആനിമൽസ്, ക്രിറ്റിക്സ്, ആനിമൽ എക്സ്പ്ലോറേഷൻ, മീറ്റ് പ്രൊട്ടക്ഷൻ, റിസർച്ച് ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ലിറ്റററി എക്കോളജി എന്ത് ചെയ്യുന്നുണ്ട്? വില്യം റോക്കട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വല്ലാതെ എതിർക്കുന്ന ഒരു കാര്യം മീറ്റ് പ്രൊഡക്ഷൻ, റിസർച്ച്, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ ഇവർ എതിർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർ പറയുന്നത് മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അതിനെ ഉപയോഗിച്ച് റിസർച്ച് നടത്താൻ പാടില്ല, ഗ്ലോബലൈസേഷൻ ശരിയല്ല, ഇതൊക്കെയാണ് ഇവരെ കൺസെപ്റ്റ്. പിന്നെ അനലൈസിസ് കൾച്ചർ, നേച്ചർ, റിലേഷൻഷിപ്പ് ഇൻ ടെക്സ്റ്റ് ലിങ്കിങ് ടു സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? പഠനം നടത്തുന്നുണ്ട്. പ്രകൃതിയും മനുഷ്യനും, കൾച്ചറും പ്രകൃതിയും എത്രത്തോളം കണക്റ്റഡ് ആണ് ടെസ്റ്റുകളിൽ, ഇതിലൊക്കെ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് എങ്ങനെ വരുന്നു എന്നൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എക്കോ ക്രിട്ടിക്കൽ റീഡിങ്സ് ഇൻസ്പയർ എൻവയറമെന്റൽ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് മൂവ്മെന്റ്. ചുരുക്കി പറഞ്ഞാലേ ലിറ്റററി എക്കോളജി എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മൾ വില്യം റൂക്കേട്ട് കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് പ്രാകൃതമാണ്, മനസ്സിലായി? പ്രകൃതിദത്തമാണ് സാഹിത്യം. പ്രകൃതിയിലുള്ള ഒരു ആപ്പിൾ എടുത്ത് നമ്മൾ തിന്നാൽ നമുക്ക് എനർജി കിട്ടും. കാരണം ആപ്പിളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എനർജി ഉണ്ട്. ഒരു സാഹിത്യം വായിച്ചാൽ ആ സാഹിത്യത്തിന് തരിപ്പ് നമുക്ക് കിട്ടും. കാരണം എന്താ? സാഹിത്യത്തിൽ എന്തുണ്ട്? ആ ഒരു എനർജി ഉണ്ട്. അപ്പൊ പ്രകൃതിദത്തം തന്നെയാണ്, പ്രകൃതി പോലെ തന്നെയാണ് സാഹിത്യം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ലിറ്റററി എക്കോളജി. ഓക്കെ, ആ അർത്ഥത്തിൽ മൂപ്പരെന്താ പറയുന്നത്? പ്രകൃതിയെ സംരക്ഷിക്കണം, അത് എന്താണ് നമ്മൾ ഈ സാഹിത്യത്തെയും സംരക്ഷിക്കണം. സാഹിത്യത്തിൽ എനർജി ഉള്ള പോലെ തന്നെയാണ് പ്രകൃതിയിലുള്ള എനർജി. മാത്രമല്ല പ്രകൃതിയാണ് ശരിക്കും ഇവിടെ വേണ്ടിയത്, മനുഷ്യന്മാരല്ല സെന്റർ. ഇപ്പൊ പ്രകൃതിയാണ് മെയിൻ, മനുഷ്യനല്ല സെന്റർ. ആ ഒരു കൺസെപ്റ്റ് മാറ്റണം. മൃഗങ്ങളെ കൊല്ലരുത്, പ്രകൃതിയെ നോക്കി നടത്തണം, മനുഷ്യന്മാർ അതിന്റെ കീഴിൽ നിൽക്കണം എന്നൊരു കൺസെപ്റ്റാണ് ലിറ്റററി എക്കോളജി. അപ്പോൾ ഒരു ചെറിയ ചർച്ചയാണ്
ക്രിറ്റിസിസം ആസ് തിയറി ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പം നമ്മൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇപ്പോൾ സ്ത്രീകളെ കണക്ട് ചെയ്തു, അല്ലാതെ മാർക്സിസം കണക്ട് ചെയ്തു, ക്യാപിറ്റലിസം കണക്ട് ചെയ്തു. അപ്പം വ്യത്യസ്ത ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പൊ ഇവിടെ തന്നെയാണ് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ എൻവയൺമെന്റ് അനലൈസിങ് ഹ്യൂമൻ നേച്ചർ ഇന്ററാക്ഷൻ. അപ്പൊ നമ്മൾ വ്യത്യസ്ത കാര്യങ്ങളിലേക്ക് മനുഷ്യനെയും പ്രകൃതിയും ചേർത്തുകൊണ്ട് ഇതിലൊക്കെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് പഠിക്കലാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കണക്ഷൻ സാഹിത്യത്തിൽ എങ്ങനെ എന്നതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളാണ് ദ എക്കോ ക്രിറ്റിസിസം റീഡർ 1996, അതുപോലെ എൻവയൺമെന്റൽ ഇമാജിനേഷൻ. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പഠനങ്ങൾ എടുക്കും. ആ പഠനങ്ങളൊക്കെ വ്യത്യസ്ത രീതികളായിരിക്കും. ചിലപ്പോൾ സ്ത്രീകളെ ചേർത്തിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്കോ ഫെമിനിസം ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് മാർക്സിസ്റ്റ് എക്കോളജി ആവും. അപ്പൊ പല കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റുകളൊക്കെ ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ എന്താ ചെയ്യുന്നത്, ഒരുപാട് പുസ്തകങ്ങൾ എടുക്കുന്നു, വ്യത്യസ്ത തിയറികൾ എടുക്കുന്നു, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എടുക്കുന്നു. എന്നിട്ട് അതിലൊക്കെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്ന് പഠിക്കലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എക്സാമിൻ ഡിസ്ട്രിക്ഷൻ ടെക്സ്റ്റ് എക്സാം. അതുപോലെ ഇതിൽ പ്രധാനമായിട്ടും എന്താണ് പഠിക്കുന്നത്, മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു അല്ലെ. പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ കാണുന്നത്. പ്രകൃതിയെ നന്നാക്കുന്നു എന്ന് എവിടെയും പൊതുവെ കാണാനില്ല. പൊല്യൂഷൻ ഉണ്ടാവുന്നു, സ്പീഷീസ് എക്സ്റ്റിൻഷൻ, അതായത് മനുഷ്യരാശി ഇല്ലാതായി പോകുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ എക്കോ ക്രിറ്റിസിസം പുസ്തകങ്ങൾ ചെയ്യുന്നത്. പിന്നെ കമ്പൈൻസ് കൾച്ചറൽ സ്റ്റഡീസ്, സോഷ്യോ എക്കണോമിക്സ്, കൾച്ചറൽ ക്രിറ്റിസിസം, ഹോളിസ്റ്റിക് അനാലിസിസ്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എക്കോ ക്രിറ്റിസിസം ഒരു തിയറി ആയിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് തിയറി ആയിട്ട് മാത്രമല്ല, ഒരുപാട് മറ്റ് ഭാഗങ്ങളെയും കൂടി കണക്ട് ചെയ്തിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കൾച്ചറൽ സ്റ്റഡീസ്, സോഷ്യോ എക്കണോമിക്സ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് ഈ പഠനം നടക്കുന്നത്. എന്തായാലും എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, എന്തിനാ ഫെമിനിസവും മാർക്സിസവും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. പ്രൊമോട്ട്സ് എക്കോ കോൺഷ്യസ്നെസ്. പ്രകൃതിയെ നമ്മൾ അങ്ങോട്ട് തോന്നിയമായി ഉപയോഗിക്കരുത്. പ്രകൃതി കോൺഷ്യസ് ആയിരിക്കണം. പ്രകൃതിയെ നമ്മൾ ഒരു ഇല പറിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ പോലെ ഒരു ബോധം ഉണ്ടായിരിക്കണം. ആ ഒരു ബോധം, പ്രകൃതി ബോധത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എക്കോ ക്രിറ്റിസിസം ഒക്കെ തിയറി ആയിട്ടും ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പം ചുരുങ്ങി പറഞ്ഞാൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള കണക്ഷൻ പുസ്തകങ്ങളിലൂടെ പല തിയറികളുണ്ട്, ഫെമിനിസം തിയറികളുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുന്ന പരിപാടിയാണ് യഥാർത്ഥത്തിൽ എക്കോ ക്രിറ്റിസിസം ആസ് ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്. എക്കോ ക്രിറ്റിസിസം ഒരു തിയറി മാത്രമേ എടുക്കുകയാണെങ്കിൽ എന്താ എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി മനുഷ്യരുടെ കണക്ഷൻ എന്താണെന്നാണ്. അത് ലിറ്റററി ക്രിറ്റിസിസം എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഫെമിനിസം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ, മറ്റു പുസ്തകങ്ങളിൽ എങ്ങനെ, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ ഇതുവരെ പഠിച്ചത്. അതിൽ എക്കോ ക്രിറ്റിസിസം റീഡർ, എൻവയൺമെന്റൽ ഇമാജിനേഷൻ, ഇതൊക്കെ ഈ ഒരു പഠനത്തെ കുറിച്ച് കൂടുതൽ നടത്തിയ ഈ ഒരു വിഷയത്തിൽ പഠനം കൂടുതൽ നടത്തിയ പുസ്തകങ്ങളാണ്. അതുപോലെ എന്ത് ചെയ്ത് വ്യത്യസ്ത വിഷയങ്ങൾ എടുത്തിട്ട് ഇതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളുള്ള ഇതിലൊക്കെ പ്രകൃതി മനുഷ്യൻ തമ്മിലുള്ള ബന്ധം എത്രയാണ് എന്നുള്ളതൊക്കെ അതിൽ പഠിച്ചു. അപ്പം ഇതൊരു ഓവറോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു ആകത്തുക പറഞ്ഞതാണ്. അതിലുള്ള കുറച്ച് ടേംസ് ടെർമിനോളജീസ് ആണ്. എക്കോ ക്രിറ്റിസിസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലിറ്ററേച്ചറിൽ ഹ്യൂമാനിറ്റിയും എൻവയൺമെന്റും തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഏതൊക്കെയുണ്ട്, അതെന്തൊക്കെയാണ് അതിൽ പറയണമെന്നൊക്കെ ഉള്ളതാണ്. പിന്നെ ഗ്ലോബൽ എക്കോ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം കാരണം ഭൂമിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ എക്കോ ക്രിറ്റിക്സ് ഉണ്ട്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന അഡ്വക്കേറ്റ്സ് ടു സ്റ്റഡി എക്കോ ക്രൈസിസ് ടു പ്രൊട്ടക്ട് നേച്ചർ ആൻഡ് റേസ് അവയർനെസ്. എക്കോ ക്രൈസിസിനെ കുറിച്ച് പഠിച്ച് പ്രകൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എക്കോ ക്രിറ്റിക്സ് എന്ന് പറയുന്നത്. ഫെമിനിസ്റ്റ് എക്കോ ക്രിറ്റിസിസ്റ്റ് ഉണ്ട്. അവരെന്താണ് ഈ പാട്രിയാർക്കിക്കെതിരെ, ആൺമേൽക്കോയ്മയ്ക്കെതിരെ സംസാരിക്കുന്ന, പ്രകൃതിക്കും മനുഷ്യനും സ്ത്രീകൾക്കും വേണ്ടി സംസാരിക്കുന്ന ടീമാണ് ഫെമിനിസ്റ്റ് എക്കോ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റ് കൊളോണിയൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ്സ് ക്ലൈമറ്റ് ചേഞ്ച് ഡിസ്പ്രൊപ്പോർഷണേറ്റ് ഇമ്പാക്ട് ഓൺ ഹൗ എമിഷൻ നേഷൻസ്. അതായത് പോസ്റ്റ് കൊളോണിയൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ കൊളോണിയലിസം അവസാനം, അതായത് നമ്മളെ രാജ്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി പോലും മുതലാക്കിയിരുന്നല്ലോ. പിന്നെ അതിനുശേഷമുള്ള ലോകമാണ് ഇന്ന് കാണുന്ന ഫ്രീ ആയിട്ടുള്ള ലോകം. എന്നിട്ട് പോലും ഇതിൽ തേർഡ് വേൾഡ്, ഫസ്റ്റ് വേൾഡ് കൺട്രീസ് അങ്ങനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തേർഡ് വേൾഡ് പാവപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാം സഹിച്ചനുഭവിച്ച് ജീവിക്കുകയാണ്. ഈ ലോകത്തുണ്ടാവുന്ന അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ് എന്നൊരു പഠനമാണ് പോസ്റ്റ് കൊളോണിയൽ എക്കോ ക്രിറ്റിസിസം. ഇവിടെ ചേർക്കാനുള്ള മറ്റൊന്നാണ് പാസ്റ്ററൽ എക്കോ ക്രിറ്റിസിസം. അതായത് ഈ മറ്റേ പുസ്തകങ്ങളിലെ നോവലിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നാടൻ പ്രകൃതിയും അതുപോലെ നഗരത്തിലെ പ്രതീതിയൊക്കെ കമ്പയർ ചെയ്യും. അപ്പോൾ നാട്ടിൽ നല്ല സുഖമായിരിക്കും, പ്രകൃതി ഉഷാറായിരിക്കും, എന്നാൽ നഗരങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന ടൈപ്പ് സ്റ്റഡികൾസ് ഉണ്ടെങ്കിൽ അതിനാണ് പാസ്റ്ററൽ എക്കോ ക്രിറ്റിസിസം എന്ന് പറയാം. ഫെമിനിസ്റ്റ് എക്കോ ക്രിറ്റിസിസം നമ്മൾ പറഞ്ഞാണ്, സ്ത്രീകളും പ്രകൃതി ഒന്നാണ്, ആണുങ്ങൾ നശിപ്പിക്കുന്നു. പോസ്റ്റ് കൊളോണിയൽ എക്കോ ക്രിറ്റിസിസം പറഞ്ഞു, ഇന്റർ കണക്ഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. ഓക്കെ, ഈ പാഠം കുറച്ച് ലെങ്ത് ആയത് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ പാഠമാണ്, ഫുള്ള് തിയറികളാണ്. അപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന അർത്ഥത്തിലാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് എക്കോ ക്രിറ്റിസിസം എന്ന തിയറിക്ക് കീഴിലായിട്ട് ഒരുപാട് ആളുകളെ പേര് പറഞ്ഞു, ഒരുപാട് തിയറികൾ പറഞ്ഞു. ഇത് റൂക്കട്ട് റേഷ്യൽ കാർസൺ അദ്ദേഹത്തിന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ചർച്ച നടക്കുന്നത്. വില്യം റൂക്കട്ട് ആണ് വേർഡ് ഉണ്ടാക്കിയത്.
ഇതിൽ തീം എന്താണ്? മെയിൻ ആയിട്ടുള്ള വിഷയം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുസ്തകങ്ങളിൽ എങ്ങനെ, ഈ സാഹിത്യത്തിൽ എങ്ങനെയെന്നുള്ളതാണ്. അതിന് ഒരുപാട് കാഴ്ചപ്പാടുകൾ നമ്മൾ പറഞ്ഞു. മാർക്സിസ്റ്റ് കാഴ്ചപ്പാട്, എക്കോ ഫെമിനിസം, മറ്റേ മറിച്ച് ഒരുപാടുണ്ട്. ഇതിനൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക. പ്രകൃതി എന്ന് പറയാൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് വ്യത്യസ്ത കാര്യങ്ങളെ നമ്മൾ കണക്ട് ചെയ്തു എന്ന് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ആകത്തുക. ഈ പാഠത്തുനിന്ന് ധാരാളമായി ക്വസ്റ്റ്യൻസ് വരും. കാരണം പെട്ടെന്ന് മനസ്സിലാവാത്ത പാഠമായതുകൊണ്ട് സമയമെടുക്കും. അതുകൊണ്ട് സമയം എടുത്ത് തന്നെ ഇതിലത്തെ പാഠങ്ങൾ പഠിച്ചു വെക്കുക എന്ന് ഓർമ്മപ്പെടുത്താണ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.